to Lighten Mar Thoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മാർ തോമ സ്റ്റഡി ഫോറത്തിന്റെ 280ാമത് ലൈവ് വെബിനാർ ഇവിടെ സമാരംഭിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അല്പം ലേറ്റ് ആയി പോയതിന് ക്ഷമ ചോദിക്കുന്നു. നമ്മളെ സാധാരണഗതിയിലെ പാട്ടുപാടി പ്രാർത്ഥിച്ചാണല്ലോ നമ്മുടെ യോഗം ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ പാടാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഡൽഹി ജെറുസലേം ഇടവക അംഗമായ ശ്രീമതി സുനിത സന്തോഷിനെയാണ്. അദ്ദേഹം അവിടുത്തെ ചെവിയ സംഘത്തിന്റെ വളരെ ആക്റ്റീവ് മെമ്പറാണ്. അതുപോലെ തന്നെ വളരെ മലയാളി സമാജത്തിന്റെ ഡൽഹി മലയാളി അസോസിയേഷന്റെ ഒരു ആക്റ്റീവ് പ്രവർത്തകയും നല്ലൊരു ആക്ടറൊക്കെയാണ്. അവിടെ ഇടവകയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഹസ്ബൻഡ് സന്തോഷ് മാത്യു ആണ്. നാട്ടിലെ തേവലക്കര ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയാണ് സുനിത മാഡത്തിന്റെ ഹോം പാറ്റീഷൻ. ഹസ്ബൻഡ് സന്തോഷ് സാറിൻ്റെത് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകയാണ്. ഇപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കാനായി മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം. വാഴ്ത്തപ്പെട്ടവനായ അടിയങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, മനോഹരമായ സായനത്തിനായ അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലൈറ്റൻ ടു ലൈറ്റൻ മാർ തോമ സ്റ്റഡി ഫോറത്തിന്റെ 280ാമത് ലൈവ് വെബിനാറിൽ പ്രാർത്ഥനയ്ക്കും പാട്ടുപാടാനും ഒക്കെയായി ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഈ ഒരു നിമിഷം കൂടി കർത്താവെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമേ നീ ഇടയാക്കിയത് ഓർത്ത് സ്തുതിക്കുന്നു. എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, എത്രയോ പേർ ആശുപത്രികൾ ഭവനങ്ങൾ അഭയം പ്രാപിച്ചു. അടിയങ്ങൾക്ക് കർത്താവെ ഈ വെബിനാറിന്റെ തണലിൽ കർത്താവെ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ പലയിടങ്ങളിലായി വിളിച്ച് വേർതിരിച്ചതോർത്ത് നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒന്നും അടിയങ്ങളുടെ കഴിവോ എടുക്കോ ഒന്നും അല്ല പച്ച, നിന്റെ ദാനം ഒന്നു മാത്രമാണെന്ന് ഓർത്ത് കർത്താവെ നിന്റെ സന്നിധിയിലെ വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ നീ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെബിനാറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായി വിൽസൺ കരിമന്നൂനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ സാറിന് വേണ്ടുന്ന എല്ലാ കൃപകളും നൽകി ഇത്രത്തോളം ബലം നൽകി നീ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഇവിടങ്ങളായി കർത്താവെ ഇതിനായി പ്രവർത്തിക്കുന്ന അനേക മക്കളുണ്ടപ്പ, അവരെയൊക്കെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം. നിന്റെ തണൽ എല്ലാവരെയും നീ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ എന്ന് തീരുമാനിക്കപ്പെട്ട വിഷയത്തിന്മേല് മുഖ്യപ്രഭാഷണം നടത്തുവാൻ പോകുന്ന ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മകന് വേണ്ടുന്ന കൃപ നീ നൽകി കൊടുക്കണമേ. അറിവിന്റെ ഭണ്ഡാരത്തെ അടിയങ്ങൾക്ക് വേണ്ടി വിളമ്പി തരുവാന് പരിശുദ്ധാത്മാവിന്റെ തണലിൽ ക്രൂശിന്റെ മറവിൽ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൃപകളാലും നിറച്ചാട്ടെ, മാനവും മഹത്വം എടുത്താട്ടെ. എല്ലാ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ അപ്പച്ച. ആമേൻ. നല്ല രീതിയിൽ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത
ശ്രീമതി സുനിത സന്തോഷിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് മാത്യു ദാനിയേൽ അച്ഛൻ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എനിക്കൊരു വ്യക്തിയെ താല്പര്യം ഉണ്ടായിരുന്നു. എബ്രഹാം ഗുരുവിളെ അച്ഛൻ തന്നെ മോഡറേറ്റ് ചെയ്യണമെന്ന്. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ വളരെ തിരക്കിലാണ്. പ്രത്യേകിച്ച് അച്ഛൻ നേരത്തെ ഉറങ്ങുന്ന ആളാണ്. ഒത്തിരി എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞു. ഞാൻ എന്നാലും എൻ്റെ താല്പര്യത്തിന്റെ ബലത്തില് അച്ഛൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം, ഞാൻ ബാക്കി മാനേജ് ചെയ്തോളാം എന്നുള്ള ഉറപ്പിന്റെ പേരിൽ വിളിച്ചിരിക്കുകയാണ്. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്നറിയാം. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒത്തിരി നീട്ടിയൊന്നും പറയുന്നില്ല. അച്ഛൻ മർത്തോമ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരുന്നു. അനേക വർഷം അധ്യാപകനായിരുന്നു. മർത്തോമ സഭയുടെ വൈദിക ട്രസ്റ്റിയായിരുന്നു. അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മർത്തോമ സഭയിലെ ഒരു തിയോളജി ലെവലിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നവരിൽ ഒരാളാണ് അച്ഛനെ. അച്ഛൻ ഇങ്ങനെ ഇവിടെ വന്ന് സമ്മതിക്കുന്നതിൽ സന്തോഷമുണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മോഡറേറ്റർ ആകുവാനായിട്ട് എബ്രഹാം ഗുരുവിളെ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിൽസന്റെ നല്ല വാചകങ്ങൾക്ക് സ്വാഗതങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ പഠന വിഷയം എന്ന് പറയുന്നത് അബ്രഹാം മൽപ്പാൻ തമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകൻ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഈ അബ്രഹാം മൽപ്പാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ തത്സ പരിഷ്കരണ നടപടികളാണ് മാർത്തോമാ സഭയിലെ മിക്കവാറും എല്ലാ ചർച്ചകളിലും മുമ്പിരിക്കുന്നു. അപ്പോ ആ സഭയ്ക്കകത്തെ ആരാധനാ ജീവിതവും പിന്നെ അതിനപ്പുറത്തോട്ട് സഭാ ജീവിതത്തിൽ വരുത്തിയ ചില്ലറ മാറ്റങ്ങളും അതിനെക്കുറിച്ചാണ് പലപ്പോഴും പറയാറ്. എന്നാൽ അതിനപ്പുറം ഈ കേരളത്തിന്റെ ഇതര സഭകൾ, പൊതുസമൂഹം ഇതിൻ്റെയൊക്കെ ജീവിതം അതിനൊരു വ്യത്യാസം വരുത്തുന്നതിന് മൽപ്പാനത്തിന്റെ നിലപാടുകളും നവീകരണ പ്രക്രിയയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു പങ്കുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ മറന്നുപോയോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ പിറകിൽ ഉള്ളത്. കേരളത്തിലെ ഇതര നവോത്ഥാന നായകർ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ, അവര് ഒരു കമ്മ്യൂണിറ്റിയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ആ ഉദ്ധാരണം കേവലം ആ കമ്മ്യൂണിറ്റിയുടെ ഉദ്ധാരണത്തിൽ ഒതുങ്ങി നിന്നില്ല. കേരള സമൂഹത്തിനായ ഒരു വ്യതിയാനം വന്നു. അങ്ങനെ ഒരു സംഭാവന, സമാനമായ ഒരു സംഭാവന അബ്രഹാം മൽപ്പാനത്തിൽ ചെയ്യുകയും അത് പൊതുസമൂഹവും ഒരുപക്ഷെ സഭ തന്നെയും അംഗീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വിഷയം. അതുകൊണ്ട് ആ ഗഹനമായ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു നേതാവിനെയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു ഡാനിയലത്തിന് ഒരു സഹോദര പട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ ശുശ്രൂഷാകാലം മുതൽ തന്നെ, ആരംഭം മുതൽ തന്നെ വളരെ അടുത്ത പരിചയമുണ്ട്. എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു അച്ഛനാണ് നമ്മുടെ മാത്യു ഡാനിയലത്തിന്. സുദീർഘ വർഷങ്ങൾ കോഴഞ്ചേരി കോളേജിൽ അധ്യാപകനായിരുന്നു. പിന്നെ അവിടെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ CSSൽ ജനറൽ സെക്രട്ടറി ആയിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്തു. മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമുണ്ട്. സഭാ ചരിത്രം സംബന്ധിച്ച് പാണ്ഡിത്യമുണ്ട്. നമുക്ക് മാർത്തോമാ സഭാംഗങ്ങൾക്ക് എല്ലാ പ്രകാരേണയും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട മാത്യു ഡാനിയലത്തിന്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി അച്ഛനെ സ്വാഗതം ചെയ്യുകയും ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛനെ അവിടെ അപേക്ഷിക്കുകയും ചെയ്യും. ഏറ്റവും ആദരണീയനായ ഡോക്ടർ എബ്രഹാം ഗുരുവിളെ അച്ഛൻ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ നമസ്കാരം. ലൈറ്റ് ടു ലൈറ്റൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സംവാദങ്ങൾ ഇത് 280-ാമത്തേതാണ്. വളരെ കാലിക പ്രസക്തിയുള്ള, സഭയെ സംബന്ധിക്കുന്ന, സമൂഹത്തെ സംബന്ധിക്കുന്ന വിലപ്പെട്ട പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാകുന്നു ഇത്. എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഈ സാങ്കേതിക കാര്യങ്ങളിലൊക്കെ ഉള്ള എൻ്റെ അറിവിന്റെ അപര്യാപ്തത കൊണ്ട് പലപ്പോഴും ഇത്തരം വേദികളിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അവസരം കിട്ടാറില്ല.
ഇന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് വിളിച്ച് എന്നെ അതിനുവേണ്ടി നിർബന്ധിച്ച പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂരിനോടും ഇതിന്റെ മറ്റ് ചുമതലക്കാരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് എന്നെ ഓർമ്മിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാനൊരു സഭാചരിത്ര പണ്ഡിതൻ ഒന്നുമല്ല. ശരിക്കും പറയുമ്പോൾ ഒരു ഭാഷാ സാഹിത്യ വിദ്യാർത്ഥിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് എളിയ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇബ്രഹാം മൽപ്പാനച്ചനെ കുറെ കൂടി വ്യത്യസ്തമായി കാണാൻ നമുക്ക് കഴിയേണ്ടതല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു സ്വത്വ നിശ്ചയ ബോധമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയായി നമ്മുടെ സമൂഹം, മാർത്തോമ കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുവോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് വളരെ തനതായ ഒരു വ്യക്തിത്വമുണ്ട്, അനന്യമായ ഒരു സ്വത്ത് നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും അപഗ്രഥിക്കുന്ന സമയത്ത് ഈ സഭയുടെ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള സഭകളുടെ ഏറ്റവും പൂർവികമായ ഒരു ശാഖയായിരിക്കുന്നതോടൊപ്പം തന്നെ നവീകരണത്തിന്റെ ഒരു നവദർശനത്തെ അതിനോട് സമന്വയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സ്വത്വത്തിന്റെ ഒരു സവിശേഷത. എന്നാൽ അത് ഇന്ന് വിസ്മരിക്കപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത പലപ്പോഴും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഈ സമന്വയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികമായ സഭയുടെ ഈ സഭയും നവീകരണ പാരമ്പര്യവും തമ്മിൽ സമന്വയിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കണ്ണിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനച്ചൻ. ആ മൽപ്പാനച്ചനെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. എബ്രഹാം കുരുളയച്ചൻ സൂചിപ്പിക്കുകയുണ്ടായത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ ബോധ്യമാകും എന്നെന്റെ വിചാരം. മാത്രമല്ല, മൽപ്പാനച്ചന്റെ വഴിവിട്ട് നടക്കുന്നതാണ് ഇന്ന് നമുക്ക് യോജ്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ്. നവീകരണ ദർശനത്തിന്റെ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമവും അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു, ചരിത്രത്തിൽ എല്ലാ കാലത്തും രണ്ട് ധാരകളുണ്ട്. ഒന്ന് പുരോഗമനാത്മകമായൊരു ധാരയാണ്, മറ്റേ ഒരു അധോഗമനത്തിന്റെ ധാരയാണ്. അപ്പോ നമ്മൾ പുരോഗമനത്തിന്റെ ധാരയിൽ നിൽക്കുക എന്നത് നവീകരണ ദർശനത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ഭാഗമാണ്. നവീകരണം എന്ന് പറഞ്ഞ വാക്കു തന്നെ ചിലരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് വേറെ വാക്കുകൾ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. നമുക്കതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ വിഷയത്തിലേക്ക് ഞാൻ ഈ സമയത്ത് പ്രവേശിക്കട്ടെ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മാർത്തോമ സഭയുടെ പൈതൃകത്തെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു മറന്നാലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനച്ചൻ. അച്ഛന് 1796 ജനിച്ച് 1845 ദിവംഗതനായി. 50 വർഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് ദൈവം അവസരം നൽകിയുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന MC ജോർജ് കശീശ സൂചിപ്പിക്കുന്ന പോലെ ആ 50 വർഷം എന്ന് പറയുന്നത് ആചന്ദ്രതാരം മായ്ക്കപ്പെടുവാൻ, അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുസരിച്ച് മായ്ക്കപ്പെടുവാൻ പാടില്ലാത്ത അതിശ്രേഷ്ഠമായ ഒരു നാമത്തെ സഭാചരിത്രത്തിൽ ശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. അതായത് എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതായ ഒരു കർമ്മ പദ്ധതിയെ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയെ അല്ലെങ്കിൽ ഒരു സഭാസങ്കല്പത്തെ അവതരിപ്പിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയതെന്നുള്ളത്. ആരാണ് എബ്രഹാം മൽപ്പാനച്ചൻ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീട് മാരാമണ്ണാണ്. അദ്ദേഹം ജനിച്ചത് പാലക്കുന്നത്ത് കുടുംബത്തിലാണ്. അച്ഛന്റെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ച് വേണ്ടതുപോലെയുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം അച്ഛൻ ദിവംഗതനായതിനു ശേഷം 70 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ജീവിത ചരിത്രം പ്രസിദ്ധപ്പെടുത്തുന്നത്. 1919 അന്ന് ഈ അധ്യാപക വിദ്യാർത്ഥി സമാജം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. വളരെ പ്രസക്തമായ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിന്റെ സെക്രട്ടറി TC ചാക്കോ സാറായിരുന്നു. കോഴഞ്ചേരിക്കാരൻ TC ചാക്കോ സാറ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ജീവിത ചരിത്രങ്ങളെ അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ നാഴികൽ കല്ലുകളായിരുന്ന അബ്രഹാം മൽപ്പാനച്ചന്റെയും അതോടൊപ്പം തന്നെ ഈ മാത്യൂസ് മാർ അഥനേഷ്യസ് വലിയ മെത്രാപ്പോലീത്തായുടെയും ഒക്കെ
ജീവിത കഥ നമ്മൾ കാലത്തിന് വേണ്ടി രേഖപ്പെടുത്തണം എന്ന് ഉള്ള ചിന്ത അവരുടെ മനസ്സിൽ വന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ജീവചരിത്ര രചന ഒരു വർഷം മുൻപ് MC ജോർജ് അച്ഛനെ, ദിവ്യശ്രീ നമ്മുടെ അലക്സാണ്ടർ മാർത്തോമ്മ തിരുമേനിയുടെ പിതാവായിരുന്ന MC ജോർജ് അച്ഛനെ ഏൽപ്പിക്കുകയുണ്ടായി. അച്ഛൻ അടുത്ത സമ്മേളനമായപ്പോഴേക്കും ഈ ചരിത്രം എഴുതി വായിക്കുകയുണ്ടായി. പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 1919 അത് പ്രസിദ്ധീകരിച്ചത്. അക്കാലത്ത് ലഭ്യമായ എല്ലാ രേഖകളും ഉപയോഗപ്പെടുത്തി രചിച്ചിരിക്കുന്ന വളരെ പ്രാമാണികമായ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെത്. നവീകരണ പോർക്കളത്തിലേക്ക് ആഹണം എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധമായി തീർന്ന ഒരു 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 രേഖയില്ലേ, ആ രേഖ പോലും നമുക്ക് ലഭിക്കുന്നത് ഇതിൽ നിന്നാണ്. അപൂർണമാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 24 പോയിന്റുകൾ മാത്രമേ, 27 പോയിന്റ് അതിനുണ്ട് എന്ന് പിൽക്കാലത്ത് കണ്ടെത്തിയിരുന്നു. അപ്പോ ഈ അദ്ദേഹം ഭക്തനായിരുന്ന ഒരു വൈദികനാണ്. അതോടൊപ്പം തന്നെ സുറിയാനി പണ്ഡിതനുമായിരുന്നു എന്ന് പറയുന്നത്. മാരാമൺ മാർത്തോമ പള്ളിയുടെ വികാരിയായിരുന്നു അദ്ദേഹം. അപ്പോ അതോടൊപ്പം തന്നെ ഈ ഭക്തനും സുറിയാനി പണ്ഡിതനുമായിരുന്ന ഇദ്ദേഹത്തെ കോട്ടയത്തുള്ള പഴയ സെമിനാരിയിലെ അധ്യാപകനായി നിയമിക്കുകയുണ്ടായി. പ്രൊഫസർ മൽപ്പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഫസർ എന്ന അർത്ഥമാണ് ഇന്ന് നമുക്ക് കൽപ്പിക്കാവുന്നത്. അദ്ദേഹം സഭ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, സഭയുടെ വിശ്വാസപരമായ പൈതൃകം എന്താണ്, സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അതിനനുസരിച്ചാണോ, ആരാധന എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സുവ്യക്തമായ ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും സമാന ചിന്താഗതിക്കാരായ തന്റെ കൂട്ടുവൈദികരോട് അത് പങ്കുവെക്കുകയും ചെയ്തു. ആ പങ്കുവെക്കലിന്റെ ഭാഗമാണ് നമ്മുടെ ഈ നവീകരണം എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അദ്ദേഹം എടുത്ത് സൂചിപ്പിക്കുന്ന കാര്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെയും സുറിയാനി കാനൂനുകളുടെയും വെളിച്ചത്തിൽ വേണം സഭയിൽ വേണ്ട മാറ്റങ്ങൾ വരേണ്ടത്. ആ മാറ്റങ്ങളെ അദ്ദേഹം സ്വപ്നം കാണുകയും ആ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കത്തക്കതുപോലെ കർമ്മ പദ്ധതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു മഹാമനീഷിയാണ്, വൈദിക ശ്രേഷ്ഠനാണ് പാലക്കുന്നത്ത് ഈ അബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ നവീകരണത്തിന്റെ സൈദ്ധാന്തിക ചിന്തകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം നമുക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങുകൾ പ്രസക്തമല്ല. നവീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എബ്രാഹിം കുല്ലച്ചൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭാകേന്ദ്രിതമായൊരു നവീകരണമാണ്, തക്സായിലുണ്ടായിരുന്ന നവീകരണമാണ്. അത് 2-3 കാര്യങ്ങൾ എടുത്തു പറയണം അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹം തന്റെ ഇടവക ദേവാലയമായ മാരാമൺ പള്ളിയിൽ നവീകരിച്ച തക്സ ഉപയോഗിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് കുർബാന ചൊല്ലി 1836 ചിങ്ങമാസം 15-ാം തീയതി. അത് സഭാചരിത്രത്തിൽ മാത്രമല്ല, എൻ്റെ വിചാരം കേരളത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തേണ്ട ഒരു ദിനമാണ്. നമ്മളിതിന്റെ പ്രാധാന്യം എത്രത്തോളം ഓർമ്മിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതുവരെ അനുവർത്തിച്ചിരുന്ന ഒരു തക്സായിൽ നിന്നും അതിന്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി മാതൃഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് ആദ്യമേ തെളിയിച്ചു തന്ന പുരോഹിത ശ്രേഷ്ഠൻ അദ്ദേഹമാണ്. അതിന് തികച്ചും വിപ്ലവാത്മക നിലപാട്. അപ്പൊ അദ്ദേഹം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സമാന ചിന്താഗതിക്കാരായ 11 വൈദികരെ കൂടെ കൂട്ടിച്ചേർത്ത് 12 പേർ അവർ ചേർന്നിട്ട് ബ്രിട്ടീഷ് പ്രസിഡന്റിന് ഒരു വലിയ ഭീമമായ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. ആ ഹർജിയാണ് നമ്മൾ ഈ നവീകരണ പോർക്കളത്തിലേക്ക് ആഹളം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, സ്തുതി ചൊവ്വാകപ്പെട്ട സുറിയാനി സഭയിൽ കൂട്ടുചേർത്തപ്പെട്ട അപമര്യാദകളെ അദ്ദേഹം ഞാൻ അക്കം വിട്ട് രേഖപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ്. അത് ശരിക്കും പറയുമ്പോൾ സഭയുടെ നവീകരണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഇന്നും ഒരു അടിസ്ഥാനപരമായ ഒരു രേഖയായിട്ട് അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് 1836 ചിങ്ങമാസം 24-ാം തീയതിയാണ് ഈ ഹർജി സമർപ്പിക്കുന്നത്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് വർഷങ്ങളായി മാരാമൺ പഴയ പള്ളിയിൽ നിലനിന്നിരുന്നതായ ഒരു അടിയന്തരമുണ്ട്, ചാത്ത അടിയന്തരമുണ്ട്, മുത്തപ്പന്റെ അടിയന്തരം എന്ന് പറയും. അപ്പൊ ധാരാളം പേര് ഈ അടിയന്തരത്തിന് വന്നുകൂടുകയും ഒരുപാട് സമ്പത്തും ശേഷിയും ഒക്കെ ഇടവയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു പെരുന്നാളായിരുന്നു അത്. അപ്പൊ അതിന്റെ അത് വേദവിപരീതമാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ആ വർഷം അത് അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല
മുത്തപ്പന്റെ പ്രതിരൂപത്തെ കിണറ്റിലിട്ട് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കന്നിമാസം 19-ാം തീയതിയാണ്. ഈ 3 വസ്തുതകളാണ് അദ്ദേഹത്തെ നവീകരണത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരികയാണ്. ഒരു കാര്യം വ്യക്തമാണ്, കാലത്തോട് കലഹിച്ചവരാണ് നവീകരണ പോരാളികൾ, ആരായിരുന്നാലും, അന്നായിരുന്നാലും ഇന്നായിരുന്നാലും. നിലവിലുള്ള വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള തീവ്രമായ വ്യഥ, ദുഃഖം, അതിനും ഉണ്ടാക്കുന്ന അസ്വാസ്ഥ്യം, അതിനെ അതിജീവിക്കാനുള്ള ഊർജം സംഭരിക്കുക എന്നുള്ളത് അവരുടെ എല്ലാ സവിശേഷതയാണ്. അത് പാശ്ചാത്യ നാട്ടിലായിരുന്നാലും പൗരസ്ത്യ നാട്ടിലായിരുന്നാലും ആര് നവീകരണ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടോ അവരൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്തോട് കലഹിച്ചവരാണ്. മാത്രമല്ല, അവർക്ക് ധ്രുവ നക്ഷത്രം പോലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു പുതിയ യുഗത്തെ സ്വപ്നം കാണുന്നവരാണ്. ആ ഒരു ദർശനം എന്ന് പറയുന്നത് അന്നും ഇന്നും പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ വിഷയത്തിന്റെ ഇതിലേക്ക് ഞാൻ വരട്ടെ. ഈ നവീകരണത്തിന് നാം സാധാരണ കണ്ടിരിക്കുന്നത് ദേവാലയ കേന്ദ്രിതമായ ഒരു നവീകരണമായിട്ടാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ മുഖം എന്നുള്ളത് നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ നവീകരണത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ഈ ആത്മീയ തലം, അല്ലെങ്കിൽ ദേവാലയ കേന്ദ്രിതമായ മതാത്മകമായ ഒരു തലം. രണ്ടാമത്തേത് ഒരു സാമൂഹിക തലമുണ്ട്. എന്തുകൊണ്ടോ എബ്രഹാം മൽപ്പാനച്ചന്റെ നവീകരണത്തിന്റെ ആ സാമൂഹിക തലം നമ്മൾ വിസ്മരിക്കുകയുണ്ടായി. അത് ബോധപൂർവമാണെന്ന് ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വമാണെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ അത് വിസ്മരിക്കുകയുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മതാത്മക തലം മാത്രമേ നമ്മുടെ ചരിത്രകാരന്മാര്, വിശേഷ സഭാചരിത്രകാരന്മാർ ശ്രദ്ധിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. വേദപുസ്തകത്തിന്റെയും സുറിയാനി കാനോനുകളുടെയും വെളിച്ചത്തിൽ നിലവിലുള്ള സഭാഘടനകളെ, ആരാധനകളെ, ആചാരാനുഷ്ഠാനങ്ങളെ പുനഃപരിശോധിക്കാനുള്ള ശ്രമം, അതങ്ങ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ സൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പോൾ ഇതിനപ്പുറത്ത് വേറൊരു തലം കൂടി ഇതിനുണ്ട് എന്ന് ബോധ്യമാകും. അതിനെയാണ് ഞാൻ അതിന്റെ സാമൂഹിക തലം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത് കാര്യമായി, അതുകൊണ്ട് അത് വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ ഇത് നമ്മുടെ അബ്രഹാം മൽപ്പാനച്ചനെയോ അദ്ദേഹത്തിന്റെ നവീകരണ സംരംഭങ്ങളെയോ ആരും കണ്ണു ചേർത്തിട്ടില്ല എന്നുള്ളത് ഇന്ന് ഓർക്കേണ്ടതാണ്. സാധാരണഗതിയിൽ അച്ഛന് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളീയ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് ശ്രീ നാരായണ ഗുരുസ്വാമികളാണ്. ശ്രീ നാരായണ ഗുരുസ്വാമികൾ ജനിക്കുന്നത് 1856-ലാണ്. അതായത് മൽപ്പാനച്ചൻ ദിവംഗതരായതിനു ശേഷം 9 വർഷം കൂടെ കഴിഞ്ഞാണെന്ന് നമ്മൾ ഓർമ്മിക്കുക. മാത്രമല്ല, കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്ന അരിവുപ്പുറം പ്രതിഷ്ഠയില്ലേ, അദ്ദേഹം ഒരു പൂഞ്ചോലയിൽ മുങ്ങി ഒരു ശിലയെടുത്ത് പ്രതിഷ്ഠിച്ചു. ഇത് ശിവലിംഗമാണെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇത് അപ്പൊ ഒരു അവർണ ജാതിയിൽപ്പെട്ടവനത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ മടിക്കേണ്ട, ഇത് ഈഴവ ശിവനാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ ഒരു സംഭവമില്ലേ, അതാണല്ലോ നമ്മള് കേരളീയ നവോത്ഥാനത്തിന്റെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ അബ്രഹാം മൽപ്പാനച്ചൻ നവീകരണ സംരംഭത്തിന് 52 വർഷം കഴിഞ്ഞാണെന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുക. അതുപോലെ കേരളീയ നവോത്ഥാനത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്. ഇപ്പോ സമീപകാലത്ത് ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛനെ കൂടി ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ ചരിത്രബോധം ഉണർന്ന് നിർബന്ധിച്ചുകൊണ്ടാകാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ നിരയിൽ എൻ്റെ പക്ഷം എന്നത് ഒന്നാമത് ചേർക്കേണ്ട പേര് എന്ന് പറയുന്നത് ഈ അബ്രഹാം മൽപ്പാനച്ചൻ്റെതാണ് എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ട് അബ്രഹാം മൽപ്പാനച്ചന്റെ പേര് ഇങ്ങനെ ചേർത്തില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം നമ്മുടെ സഭാചരിത്രകാരന്മാരത് വേണ്ടതുപോലെ കണ്ടില്ല എന്നുള്ളതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലെന്ന് പറയുന്നു. ഈ കേരളീയ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അബ്രഹാം മൽപ്പാനച്ചനെ അടയാളപ്പെടുത്തിയത് മാർക്സിയൻ സൈദ്ധാന്തികനായ ശ്രീ P. ഗോവിന്ദപിള്ളയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥ പരമ്പരയുണ്ട്, കേരളീയ നവോത്ഥാനം എന്ന പേരിൽ 4 വാല്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ വാല്യം ഇറങ്ങിയപ്പോൾ അതിനെ കേരളീയ നവോത്ഥാനം മാർക്സിസ്റ്റ് വീക്ഷണം എന്നാണ് പുസ്തകം. ആ പുസ്തകത്തിന്റെ 1-ാം അധ്യായമായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അബ്രഹാം മൽപ്പാനച്ചനെയാണ്. കാരണം കേരളീയ നവോത്ഥാനം അവിടെ ആരംഭിക്കുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി.
അത് കഴിഞ്ഞ മൂന്നാമത്തെ വാല്യം വന്നു. മൂന്നാമത്തെ വാല്യം പറഞ്ഞാൽ മതവിശ്വാസികളും മതനിഷേധികളും എന്നുള്ളതാണ്. അവിടെ അബ്രഹാം മൽപ്പാനത്തിന് വേണ്ടി ഒരു അധ്യായം അദ്ദേഹം മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേരളീയ നവോത്ഥാനത്തോട് ബന്ധപ്പെട്ട് അബ്രഹാം മൽപ്പാനത്തിനെ അടയാളപ്പെടുത്തിയ ഇത് ഈ പി ഗോവിന്ദപിള്ള സാറാണ്. അദ്ദേഹത്തോട് നമ്മൾ അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. അവിടെയും നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു പിഴവാണ്. അതുപോലെ ഒപ്പം തന്നെ വേറെ ഓർമ്മിക്കേണ്ട ഒരു മികവാർന്ന പഠനം എന്നത് ഡോക്ടർ എം എൻ തോമസ് സാറിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ അബ്രഹാം മൽപ്പാന്റെ നവീകരണം എന്ന പുസ്തകം ദൈവശാസ്ത്ര ഗ്രന്ഥാവലിയിലെ 43-ാമത്തെ പുസ്തകം. ഇന്നും അത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. അപ്പൊ ആ പുസ്തകത്തില് അദ്ദേഹം ഇതുപോലെ തന്നെ കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹത്തെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധിക്കപ്പെടുന്ന പഠനം എന്ന് പറയുന്നത്. അതും നമ്മൾ വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതാണ്. ഒരു പരിധി വരെ ഞാൻ പറഞ്ഞതുപോലെ അതിന് കാരണക്കാരൻ നമ്മളൊക്കെ തന്നെയാണ്. ഈ മൽപ്പാനത്തിന്റെ നവീകരണ സംരംഭങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വ്യാഖ്യാനിച്ച ശ്രീ കെ എൻ ഡാനിയൽ സാറാണ്. അതായത് 2 പഠനങ്ങളുണ്ട്. ഒന്ന് മലങ്കര സഭയും ഈ നവീകരണം എന്ന പേരിൽ, മറ്റൊന്ന് നവീകരണം തക്സ പിടിച്ചത്. അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു മേഖല കൈകാര്യം ചെയ്തിട്ടില്ല, അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ചരിത്രകാരൻ അദ്ദേഹം ഇത് പറഞ്ഞില്ല? കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് സഭാകേന്ദ്രിതമായ ആത്മീയമായൊരു നവോത്ഥാനത്തെ കുറിച്ച് മാത്രമായിരുന്നു കൊണ്ടാവാം. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇത് നമ്മൾ ഈ മൽപ്പാനത്തിന്റെ നവീകരണ സംരംഭത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ കേരളീയ സമൂഹം എന്താണെന്ന് ഒരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിൽ വരണം. അത് നന്നായി പ്രതിഫലിപ്പിക്കുന്ന ഒരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കേരള സാഹിത്യ അക്കാദമി പുരസ്കരിച്ച പുസ്തകമാണ്. അതിന്റെ പേര് 19ാം നൂറ്റാണ്ടിലെ കേരളം എന്നാണ്. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് പി ഭാസ്കരനുണ്ണി എന്ന പുസ്തകം. ബൃഹത്തായ ഒരു 1300-ലേറെ പേജുകളുടെ ഒരു വലിയൊരു പുസ്തകമാണ്. അവിടെ ഈ 19ാം നൂറ്റാണ്ടിൽ അബ്രഹാം മൽപ്പാനത്തിന്റെ കാലത്തെ കേരളീയ ജീവിതം എന്തായിരുന്നു എന്ന്, അബ്രഹാം മൽപ്പാനത്തിന്റെ പേര് പറയുന്നില്ല, എന്നാൽ ആ കാലഘട്ടം എന്തായിരുന്നു എന്ന് നന്നായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോ ആ കാലഘട്ടത്തെ പഠിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും. ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഇരുണ്ട കാലഘട്ടമാണ് അത്. ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്ന് എന്നത് ഈ 19ാം നൂറ്റാണ്ടാണ് എന്ന്. കാരണം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു നമ്മുടെ സമൂഹ സങ്കല്പം ആകെ. ക്ഷേത്രപാലകരായിരുന്ന ബ്രാഹ്മണരായിരുന്നു ഈ എല്ലാറ്റിൻ്റെയും അവകാശികൾ. ആ ക്ഷേത്രത്തോട് ഒട്ടി നിൽക്കുന്ന അതിന്റെ എഴുത്തോപജീവികൾ എന്ന് പറയാവുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട കുറെ പേര് ബാക്കി. ഈ കൂട്ടരാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന 2 കൂട്ടരാണ് കേരളത്തിന് മുഴുവൻ സ്വാതന്ത്ര്യവും സമ്പത്തും എല്ലാം പങ്കിട്ട് അനുഭവിച്ചിരുന്ന ഇവരാണ്. അതേ അവസരത്തില് ബഹുഭൂരിപക്ഷം വരുന്ന അവർണ ജാതിയിൽപ്പെട്ട സാധാരണക്കാര് അവരെ തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ്, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ്. അവർക്ക് മനുഷ്യാവകാശം എന്ന് പറയുന്ന ഇല്ല. അവര് വേഷത്തിലാകട്ടെ ഭാഷയിലാകട്ടെ അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കണം. മാത്രമല്ല എന്തിന് പൊതുനിരത്തുകളിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് നിഷേധിച്ചിരുന്നുള്ളതാണ്. എന്നാൽ ധനികരായ കുറെ ക്രൈസ്തവരുണ്ടായിരുന്നു. ആ ധനികരായ ക്രൈസ്തവരും ഈ സവർണ ഹിന്ദുക്കളുടെ മാർഗമാണ് അവർ തേടിയിരുന്നത്. ഈ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവരുടെ ദേവാലയത്തെ കുറിച്ചും ഒക്കെ അക്കാലത്ത് മിഷണറിമാർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് അറിയപ്പെടുന്നത് കൊളിൻസ് മദാമയുടെ ഘാതകപഥമാണ് 1877. അവിടെ അദ്ദേഹം സുറിയാനി പള്ളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ലോക മനുഷ്യർ തമ്മിൽ തല്ലുകൂടാൻ കൂടുന്ന സ്ഥലം എന്നാണ്. അതായത് ലൗകികത ആയ ഒന്നല്ലാതെ ആത്മീയമായൊരു സങ്കല്പം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ യൂഹാനൻ മാർത്തോമാ തിരുമേനി പറയുന്നുണ്ട്, ഇവര് നെടുനിദ്രയിൽ ആണ്ടുപോയ ഒരു സമൂഹമായിരുന്നു അക്കാലത്ത് മലങ്കരയിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം. അവർ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നിദ്രയിൽ ആണ്ടുപോയിരുന്നു. അപ്പൊ അവരെ തട്ടി ഉണർത്തുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ മൽപ്പാനത്തിൽ ചെയ്ത ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ അടിമ സമ്പ്രദായം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ക്രൈസ്തവരായ ജന്മികൾക്കും അടിമകളുണ്ടായിരുന്നു. 9 രൂപ 10 രൂപ 14 രൂപ വരെ കിട്ടുന്ന വിലയ്ക്ക് അടിമകളെ വിൽക്കുക, ക്രയവിക്രയം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ മാടുകളോടൊപ്പം അവരെ വയലുകളിൽ ചേർത്ത് നിർത്തി ഉഴുക.
ഇങ്ങനെയൊക്കെയുള്ള രീതി അക്കാലത്ത് ഉണ്ടായിരുന്നു. വസ്ത്രധാരണം സവർണർ ധരിക്കുന്ന പോലെ ധരിക്കാനായിട്ട് അവർണർക്ക് ആർക്കും വന്ന അവകാശം ഉണ്ടായിരുന്നില്ല. ആണ്ടിൽ ഒരിക്കൽ അടിയാളന്മാർക്ക് ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കും. ആ മുണ്ട് ചെടി പുരട്ടിയിട്ടല്ലാതെ വെള്ളമുണ്ട് ഉപയോഗിക്കാൻ അവർക്ക് അന്ന് അവകാശം കൊടുത്തിരുന്നില്ല. മാത്രമല്ല അവരുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർക്കെന്നല്ല ആർക്കും കാര്യമായി ലഭിച്ചിരുന്നില്ല. പരമ്പരാഗതമായ വിദ്യാഭ്യാസം അല്ല മറ്റൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഉള്ളത് തന്നെ സവർണർക്ക് മാത്രം അനുവദനീയമായിരുന്നു. ഈ ഒരു പ്രത്യേക ഘട്ടത്തിലേക്കാണ് ശരിക്കും പറയുമ്പോൾ നവീകരണത്തിന്റെ ദർശനവുമായിട്ട് പാശ്ചാത്യരായ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളക്കരയിലേക്ക് വരുന്നത്. അബ്രഹാം മൽപ്പാനത്ത് എന്ന് പറയുന്ന ആ ധിഷണാശാലിയെ മെനഞ്ഞെടുക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. 1806 തെക്കൻ തിരുവിതാംകൂർ കേന്ദ്രമാക്കി LMSകാർ ലണ്ടൻ മിഷണറി സൊസൈറ്റിയും 1816 മധ്യ തിരുവിതാംകൂർ കേന്ദ്രമാക്കി കോട്ടയം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചർച്ച് മിഷണറി സൊസൈറ്റിയും 1839 വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് തലശ്ശേരിയിൽ ബാസൽ മിഷനും അവരുടെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഇവിടെയാണ്. അപ്പൊ അവരൊരു ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിന്റെ വക്താക്കളായിരുന്നു അവർ. അപ്പൊ അവർക്ക് ബോധ്യമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും മനുഷ്യോചിതമല്ല എന്ന് ബോധ്യമായി. അതിന് അവര് ഉപയോഗിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടി ഈ നവീകരണത്തെ പാതയിലേക്ക് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒരു തടസ്സമായിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ വേദപുസ്തകം പോലും സ്വന്തം ഭാഷയിൽ ഇല്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സുറിയാനി ഭാഷയിലും പിന്നെ ചില കത്തോലിക്ക ദേവാലയങ്ങളിലൊക്കെ ലത്തീന് ഭാഷയിലുമുള്ള ദേവാലയമാണ് ഉണ്ടായിരുന്നത്. അവരവർ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി. അതുപോലെ തന്നെ അവർ അച്ചുകൂടങ്ങൾ സ്ഥാപിച്ച് അത് മുദ്രണം ചെയ്ത് സാധാരണ ജനങ്ങളിൽ കിട്ടുന്നതിനുള്ള മാർഗം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അവര് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അവർണമെന്നോ സവർണമെന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയും. അടിമകൾക്ക് അക്ഷരമറിയാൻ പോലും അനുവാദമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി അടിമ സ്കൂളുകൾ ആരംഭിച്ചു. ആദ്യത്തെ അടിമ സ്കൂൾ എന്ന് പറയുന്നത് മല്ലപ്പള്ളിയിലാണെന്ന് ഞാൻ കേട്ടിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ മുദ്രണാലയങ്ങൾ, പ്രസ്, അതുപോലെ തന്നെ പത്രമാസികകള്, ഇങ്ങനെ അറിവിന്റെ ഒരു വിശാലമായൊരു ലോകത്തിലേക്ക് അല്ലെ ദർശനത്തിന്റെ ഒരു വിശാലമായ ലോകത്ത് നമ്മുടെ കണ്ണു തുറപ്പിച്ചത് അവരാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട കർമ്മ മേഖലയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സുറിയാനിക്കാരെ നവീകരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിനവർ സ്ഥാപിച്ചതായ വിദ്യാലയമാണ് കോട്ടയത്തുള്ള ഇന്ന് പഴയ സെമിനാരി എന്നറിയപ്പെടുന്ന സെമിനാരി. അവിടുത്തെ അധ്യാപകനായിരുന്നു അബ്രഹാം മൽപ്പാനച്ചനും കൈതയിൽ ഗിവറീസ് മൽപ്പാനച്ചനും. പുതുപ്പള്ളി കൈതയിൽ ഗിവറീസ് മൽപ്പാനച്ചനും മാരാമണ്ണ് അബ്രഹാം മൽപ്പാനച്ചനും. അപ്പോ അവര് ആ വേദപുസ്തകം സ്വന്തം ഭാഷയിൽ വായിക്കാൻ കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ മിഷണറിമാർ തന്ന വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് അവര് സ്വന്തം സഭയിൽ മാത്രമല്ല സ്വന്തം നാട്ടിലും ഒരു നവോത്ഥാനം ആവശ്യമാണെന്ന് തിരിച്ചറിയുകയുണ്ടായി. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് കണ്ടുവരുന്ന അല്ലെങ്കിൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന ഈ നവീകരണവും നവോത്ഥാനവും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുക. അത് ഈ ആത്മീയ തലത്തിൽ മാത്രമല്ല ഉള്ളത്. കാരണം വേദപുസ്തക അധിഷ്ഠിതമായ ഒരു പുതിയ മൂല്യബോധവും ഒരു ധാർമ്മിക ബോധവും ഈ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോ അതോടൊപ്പം തന്നെ ഈ സ്വത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് സ്വത്വബോധം ഉണ്ടാക്കി കൊടുത്തു. ഒരുപക്ഷെ അബ്രഹാം മൽപ്പാനെ അത്രയും കാലം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണ് അതിന്റെ പിന്നാലെ കുറെ കൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോ ഇത് അവർ ചെയ്ത അദ്ദേഹത്തിന്റെ കർമ്മപദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർക്കണം. കേരളീയ നവോത്ഥാനത്തിന് നിമിത്തമായി തീർന്നത് ഈ പാശ്ചാത്യ മിഷണറി സമൂഹമാണ് എങ്കിൽ അത് നമ്മൾ പറയുന്നതല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോ ആ കാലഘട്ടത്തെ കുറിച്ച് ശ്രീ VK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, കേരളം 20 നൂറ്റാണ്ടുകളുടെ ചാട്ടം ചാടിയ 50 വർഷം എന്നാണ് ആ കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 20 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാത്ത മാറ്റം 50 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായി. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ 14-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ ഇറ്റാലിയൻ സമൂഹത്തിൽ ഉണ്ടായതുപോലെ ഒരു സർഗാത്മകമായ പ്രക്ഷുബ്ധത കേരളത്തിൽ ഉണ്ടാക്കുന്നത് അവരുടെ കാലഘട്ടത്തിലാണ് പറയുന്നുണ്ട്.
ഏതായിരുന്നാലും അവർ നൽകിയ ആ ദർശനത്തിന്റെ, നവോത്ഥാനത്തിന്റെ, നവീകരണത്തിന് ഏത് വാക്ക് ഉപയോഗിച്ചാലും ആ വെളിച്ചം ഈ മലങ്കരയിൽ ആദ്യം ഏറ്റുവാങ്ങിയത് അബ്രഹാം മൽപ്പാനച്ചൻ, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന കൈതേൽ ഗിയോർഗീസ് മൽപ്പാനച്ചനും മറ്റുമാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളീയ നവോത്ഥാന ചരിത്രത്തിന്റെ ആദ്യത്തെ പ്രഭാത വെളിച്ചമായിട്ട് അദ്ദേഹത്തെ കാണാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടോ നമ്മൾ മാർത്തോമാ സഭയുടെ പിൽക്കാല ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, പിടിച്ചു തീർക്കാനുള്ള ശ്രമത്തിലാണ് പലപ്പോഴും നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തിന്റെ ഇത്തരത്തിലുള്ള വ്യാഖ്യാന പഠനങ്ങളിലേക്കൊന്നും പോയില്ലായിരിക്കാം. പക്ഷേ ഇനിയുമെങ്കിലും ആ ചരിത്രത്തിന്റെ മുഖത്തെ നമ്മൾ തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ്. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ പോയ പലതും, അല്ലെ അദ്ദേഹം സ്വപ്നം കണ്ടത് പലതും യാഥാർത്ഥ്യമാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നല്ലോ സഹോദരപുത്രനായ മാത്യൂസ് മാർ അഥനേഷ്യസ് വലിയ മെത്രാപ്പോലീത്ത. അപ്പൊ അദ്ദേഹമാണ് അന്ന് ഈ ക്രൈസ്തവ സമൂഹത്തും ഈ പറഞ്ഞ അപർണരെ കൊണ്ട് ചെയ്തിരുന്ന പോലെ ഊഴിയ വേലകൾ മറ്റും ചെയ്യിച്ചിരുന്നു. അമ്പലങ്ങളിൽ അവർക്ക് പ്രത്യേക ഊഴിയ വേല ചെയ്യാൻ അവരെ നിയോഗിച്ചിരുന്നു. ഇനി പോകാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിക്കുക മാത്രമല്ല, അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി സ്വാതന്ത്ര്യത്തിന്റെ ഒരു 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 പുതിയ പ്രഭാതത്തിലേക്ക് നയിക്കുന്നതിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ വിദ്യാലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാൻ പറ്റൊരു കാര്യം എന്താണെന്ന്, ഈ വിദ്യാലയങ്ങളുടെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ളത് മിഷണറിമാരുടെ ഒരു സ്വപ്നമായിരുന്നു. അത് ഏറ്റെടുത്തൊരു കമ്മ്യൂണിറ്റിയാണ് മാർത്തോമാ സഭ എന്ന് പറയുന്നത്. അപ്പോ ഈ വിദ്യാലയങ്ങളിലൂടെ പിന്നെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് പറയുന്ന പോലെ അദ്ദേഹം അന്ന് 64 ഗ്രാൻഡ് സ്കൂളുകൾ സ്ഥാപിച്ചു. എല്ലാം പ്രൈമറി സ്കൂളുകളാണ്. അന്ന് ആ പ്രൈമറി സ്കൂളുകൾ മുന്നോട്ട് നടത്താനായിട്ട് ഈ സഭയ്ക്ക് പാങ്ങില്ലാതെ വന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഈ ഗവൺമെന്റിന്, തിരുവിതാംകൂർ ഗവൺമെന്റിനെ കണ്ടു പറഞ്ഞു, ഞങ്ങളുടെ ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് ക്ലേശകരമാണ്, അതുകൊണ്ട് സർക്കാർ ഗ്രാന്റ് തരികയാണെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകാം. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡഡ് വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻഡ് സ്കൂളുകളിലും പിന്നീട് ഗ്രാൻഡ് കോളേജുകളിലൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഇതൊന്നും നമ്മുടെ ചരിത്രകാരന്മാര് അടയാളപ്പെടുത്തുന്നുമില്ല, രേഖപ്പെടുത്തുന്നുമില്ല, ഓർമ്മിക്കുന്നുമില്ല. ഇങ്ങനെ വിപ്ലവാത്മകമായ ഒരു ചരിത്രം ഈ 19ാം നൂറ്റാണ്ടിലെ മലങ്കര സഭയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ അവിടെ ആ 19ാം നൂറ്റാണ്ടിലുണ്ടായ സർഗാത്മകമായ ഒരു പ്രക്ഷുബ്ധതയുടെ ആ ഒരു വെളിച്ചമില്ലേ, അല്ലെ ആ ഒരു ഊർജമില്ലേ, അത് ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത് അബ്രഹാം മൽപ്പാനച്ചനാണ്. നവോത്ഥാനത്തിലെ വെളിച്ചം ഏറ്റുവാങ്ങിയ മഹാമനീഷി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ അതുകൊണ്ട് ഈ മൽപ്പാനച്ചനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തക്സാ പരിഷ്കരണമോ അല്ലെ ആചാരങ്ങളുടെ പരിഷ്കരണമോ മാത്രമല്ല, അത് എക്കാലവും സഭയുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യമായ ഒരു അവബോധത്തെ വളർത്തിയെടുത്ത വ്യക്തി എന്ന നിലയിൽ മൽപ്പാനച്ചനെ നമ്മളൊരു എന്താ പറയുന്നേ, ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണമെന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ മൽപ്പാനച്ചനെ ഇന്ന് തമസ്കരിക്കുന്നത് ചരിത്രം മാത്രമല്ല, നമ്മളും ചെറിയ ദൂരമൊക്കെ തമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം എന്താ അബദ്ധം കാണിച്ചു എന്ന് പറയുന്നവർ പോലും ഇല്ലാതില്ല. പോകട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഈ ഒരു ചരിത്രത്തിന്റെ ഒരു തിരുത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളീയ നവോത്ഥാനത്തിൽ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട ഒരു നായകനാണ് പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാനച്ചൻ എന്ന്. നന്ദി. താങ്ക് യു വെരി മച്ച് അച്ഛാ. വളരെ പ്രൗഢഗംഭീരമായ ഒരു അവതരണം. അതിന് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു ഡാനിയലിനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് അച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ മൽപ്പാനച്ചൻ മലയാളം ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. വേദപുസ്തകം അക്കാലത്ത് മലയാളത്തിൽ ലഭ്യമായി. അതിൻ്റെ സാമൂഹിക ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. അതായത് ഈ മനുഷ്യന് ഈ സ്വന്തം ഭാഷ അത് ദൈവത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് എന്നറിയുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വം പുനർനിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ആ വാക്ക് ഉപയോഗിച്ച് നമ്മുടെ സ്വത്വബോധം,
ഇവിടുത്തെ സഭ അതിന്റെ സ്വത്വബോധം എന്നും ആർക്കാണ്ട് അടിയറ വെച്ച് ജീവിച്ച ഒരു സഭയാണ്. അതുകൊണ്ട് മലയാള വേദവത്വവും മലയാള ആരാധനയും ഉണ്ടാകുകയും അതിന്റെ ഫലമായി അതിനോടനുബന്ധിച്ച് കേരള സമൂഹത്തിൽ ഗണ്യമായ സ്വാധീനം വരുത്തത്തക്കവണ്ണം ഉള്ള സാമൂഹ്യ പരിഷ്കാരങ്ങൾ അത് അബ്രഹാം മൽപ്പാനത്തിന്റെ നവീകരണം ഹേതുവായി തീർന്നു. മൽപ്പാനത്തിൽ നേരിട്ടതെല്ലാം ചെയ്യുമെന്നല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാരുടെ അടുത്ത തലമുറയാണ് അത് ഏറ്റെടുക്കുന്നത്. എന്നാൽ ആ ദർശനം അവർക്ക് കൊടുത്തതിൽ മൽപ്പാനത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് അച്ഛൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമേറിയ ചർച്ചയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. പരിമിതമായ സമയമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ചുരുക്കത്തിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയും. അച്ഛന് അടുത്ത ആഴ്ചയിലെ വെബിനാറിനെ പറ്റി ഒന്ന് അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ അടുത്ത ശനിയാഴ്ചത്തെ വെബിനാറ് ഡിസംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച രാത്രി 8:30 നടക്കുന്നത്. ആ വെബിനാറില് വിഷയം അവതരിപ്പിക്കുന്നത് ഇപ്പോഴേ കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ബാബു അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് കമ്പളിക്കണ്ടത്തിലെ കൽഭരണികള് 21 ആഴ്ച കൊണ്ട് 24 എഡിഷൻ ഇറങ്ങിയ ഒരു ബുക്കാണ്. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ബുക്കിന്റെ ഓതറായ ബാബു അബ്രഹാമാണ് അടുത്ത ശനിയാഴ്ച നമ്മളോട് പ്രഭാഷണം നടത്തുന്നത്. വിഷയം കമ്പളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്ന് തന്നെയാണ്. ആ വിഷയത്തില് ആ പ്രഭാഷണത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഇതേ പാസ്വേഡും ഇതേ ലിങ്കുമാണ്. വലിയൊരു അവസരമാണ്. അദ്ദേഹം ഫ്രാൻസിൽ നിന്നാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയ നല്ലൊരു അവസരമാണ്. അത് തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ അച്ഛന്റെ പ്രഭാഷണത്തിനോട് 100% യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അബ്രഹാം മൽപ്പാന് ആണ് ശരിക്കും പറഞ്ഞാൽ കേരള നവോത്ഥാനത്തിന്റെ നായകനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ ഒരു കാരണം, കേരള നവോത്ഥാന ചരിത്രം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യ കാലഘട്ടം തുടങ്ങി 20-ാം നൂറ്റാണ്ടിലൂടെ കടന്നു വരികയാണ്. പക്ഷേ നമ്മുടെ കഥാനായകന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ് അബ്രഹാം മൽപ്പാൻ തമസ്കരിക്കപ്പെടുവാൻ ഒരു കാരണം. കാര്യം അന്ന് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളില്ലായിരുന്നു. ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലാണ് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് അബ്രഹാം മൽപ്പാനെ പ്രഘോഷിപ്പിക്കുവാനും അതിന്റെ പറ്റി എഴുതുവാനും അന്ന് ആർക്കും അവസരമില്ലായിരുന്നു. അതൊരു മെയിൻ കാരണമാണ് അബ്രഹാം മൽപ്പാന്റെ ഈ നവീകരണ പ്രവർത്തനങ്ങളെ കേരള സമൂഹത്തിലെ നവോത്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ അതിന്റെ രണ്ടും കൂടെയുള്ള പഠനം നടക്കാതെ പോയെന്ന് വിശ്വസിക്കുന്ന ആളാ. അതിനകത്ത് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാന്, ആരാധന മാതൃഭാഷയിൽ മാറ്റിയതിന്റെ ക്രെഡിറ്റ് എന്ത് വന്നാലും അബ്രഹാം മൽപ്പാനാണ്. കാര്യം സംസ്കൃതത്തിലെ അറബിയിലും സുറിയാനിലും ലത്തീനിലും മാത്രമുള്ള ആരാധനയെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റിയ വ്യക്തി. ഇത് അബ്രഹാം മൽപ്പാൻ മാർത്തോമാ സഭയിൽ ആരംഭിച്ചെങ്കിൽ കേരളത്തിലെ എല്ലാ സഭകളും മറ്റു മതങ്ങളും അത് പിന്തുടരാൻ ബാധ്യസ്ഥരായി. അതുകൊണ്ടാണ് ഏറ്റവും ഒന്നാമനായ നവോത്ഥാന നായകൻ എന്ന് ഞാൻ വാദിക്കുന്നത് അബ്രഹാം മൽപ്പാനായിരുന്നു. കാര്യം അറിയാവുന്ന ഭാഷയിൽ ആരാധിക്കാനുള്ള ഒരു ചിന്താഗതി കേരളീയ സമൂഹത്തിലേക്ക് അതിന്റെ വിത്ത് വിതച്ചത് അബ്രഹാം മൽപ്പാനായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. 2, ഈ അബ്രഹാം മൽപ്പാന് വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. അച്ഛൻ ഈ പള്ളിക്കൂടം കാഴ്ചപ്പാട് പിന്നെ വന്നവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. 3ാമത് ഈ പ്രതിമ എടുത്ത് കിണറ്റിലിട്ടതിലൂടെ ഒരു സാമൂഹ്യ ചിന്ത, അതായത് ഈ പ്രതിമകളെ അല്ലെ വിഗ്രഹങ്ങളെ ആരാധിക്കുക,
അല്ലെ അതുപോലുള്ളതിൽ പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു ആശയം അത് ഇന്നും ഉണ്ടെങ്കിൽ പോലും അതിനെതിരെ പോരാടുവാനുള്ള ഒരു ആഭിമുഖ്യം കാട്ടിയതും അബ്രഹാം മൽപ്പാന്റെ ചെയ്തികളോടാണ്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഈ എന്റെ ഒരു സംശയം ഞാൻ അച്ഛനോട് ചോദിക്കുക. നമ്മുടെ നാട്ടിലെ മലയാള മനോരമ, ഞാൻ പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം, എന്നാൽ പോലും ഒരു ജനങ്ങൾ വായിക്കുന്ന ഒരു മാധ്യമം മലയാള മനോരമ പ്രസിദ്ധീകരണ ഗ്രൂപ്പിന്റെയാണ്. ആ ഗ്രൂപ്പ് ഒരു മർത്തോമാക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയല്ലാഞ്ഞത് കൊണ്ടല്ലേ അബ്രഹാം മൽപ്പാന് ഒരു വാർത്താ പ്രാധാന്യവും കിട്ടാതെ പോയത്? അതായത് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തത് കേരളത്തിലെ നവോത്ഥാന നായകരെ പറ്റി ഞാൻ MA മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചപ്പം 18-19 പേരുടെ പേര് പറഞ്ഞതിനകത്ത് ഞാൻ കേൾക്കാത്ത അനേകരുണ്ടായിരുന്നു. അവരെല്ലാം ഓരോ സഭയിലും മതത്തിലും ഈ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുവ്, PT ഭട്ടതിരിപ്പാട് ഉൾപ്പെടെ ആര്യപള്ളവ എല്ലാവരും ചെയ്തത് ആ സമുദായത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു സഭയിലോ അല്ലെ ഒരു സമുദായത്തിൽ ചെയ്തത് കൊണ്ട് സമൂഹത്തിന്റെ മൊത്തമായിട്ട് ഗണിക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഈ മനോരമ പോലെ ഇതിനെ പ്രകീർത്തിക്കേണ്ട പ്രസ്ഥാനം അത് കണ്ണടച്ചത് കൊണ്ടുകൂടിയല്ലേ അബ്രഹാം മൽപ്പാൻ തമസ്കരിക്കപ്പെട്ടു പോയതെന്നുള്ള ഒരു സംശയമുണ്ട്. അച്ഛന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ പറയണോ സാറേ? ഓരോന്ന് അന്നേരം നമ്മുടെ രീതി. ഈ സാറ് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഞാൻ ആ രൂപത്തിൽ അങ്ങനെ പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഈ ഒരു അച്ഛനെ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ ഒരു തട്ടകം വേണം. അപ്പോ ഇബ്രാഹിം മൽപ്പാനത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ തട്ടകം എന്ന് പറയുന്നത് മലങ്കര സഭയും ഒപ്പം മാരാമണിടവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ധൈര്യമായിട്ട് ആ തട്ടകത്തിൽ നിന്നത്. അപ്പൊ ആ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് ഈ പരിഷ്കാരം അല്ലെങ്കിൽ പുതുമ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് അതിന് പിൽക്കാലത്ത് സാറ് പറഞ്ഞൊരു കാരണം ഇങ്ങനെ ഈ വേണ്ടതുപോലെ നമുക്കിപ്പോഴും അറിയാമല്ലോ, ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴും പ്രാധാന്യമില്ലാത്തവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും പ്രാധാന്യം ഉള്ളവയെ ഒരു പരിധി വരെ തമസ്കരിക്കുകയും ചെയ്യുന്ന ശൈലി പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനു മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ ഇത് 18-19 നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഈ പത്രമാധ്യമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കൊരു സ്വന്തമായൊരു പത്രമില്ലല്ലോ എന്ന് പറയുന്ന ഖേദം പറയുന്നുണ്ട്. ഒരുപക്ഷെ മലങ്കര സഭാധാരക പോലും അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് ഒരു പത്രിക ആവശ്യമായിട്ട് വന്ന്. കാരണം അന്ന് പോരാടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടേ ഉക്കു എന്ന നിശ്ചയത്തിലാണ്. അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാൻ പറയാവുന്നതിൽ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 പേരെ കൂടെ അവശ്യം ഓർക്കേണ്ടതുണ്ടായിരുന്നു. അത് ഒന്ന് ഈ മാത്യൂസ് മാർ അത്താഴ തിരുമേനി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ഈ റവറൻഡ് ജോർജ് മാത്തനച്ചനാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇവർ 2 പേരും കൂടെ ആണ് അന്ന് മദ്രാസിൽ പഠിക്കാൻ പോയതും പഠിക്കാൻ കോളേജിൽ നിന്ന് വിട്ടതൊക്കെ അവരെ 2 പേരെയാണ്. അതുപോലെ തന്നെ ആർച്ച് ഡിക്കൻ കൂശി. ഈ ജോർജ് മാത്തനച്ചനാണ് ആദ്യമായിട്ട് ഈ അടിമ സ്കൂള് തുടങ്ങിയത്, ഈ വല്ലപ്പള്ളി തുടങ്ങിയെന്ന് പറയുന്നത്. അത് മാത്രമല്ല, മലയാളത്തിന് ആദ്യമായിട്ടൊരു വ്യാകരണ പുസ്തകം എഴുതുന്ന മലയാഴ്മയുടെ വ്യാകരണം എന്ന പേരിൽ എഴുതുന്നതും ഈ ജോർജ് മാത്തനച്ചനാണ്. അതുപോലെ ആർച്ച് ഡിക്കൻ കോശി ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, മൽപ്പാനച്ചൻ തന്റെ ഇടവകയിൽ തന്നെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന 2 സുവിശേഷർ ഒരാളാണ് കെ കോശി എന്ന് പറയുന്നത്. ആ കെ കോശിയുടെ മകനാണ് ഈ ആർച്ച് ഡീക്കൻ കോശി എന്ന് പറയുന്നത്. അതായത് മുല്ലമംഗലത്ത് മുല്ലമംഗലത്ത് എന്ന് പറയുന്നത് ഓട്ടപ്പുഴശ്ശേരി മാരാമണ്ണ മുല്ലമംഗലത്ത് എന്ന് പറയുന്ന വീട്ടിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഈ മോന് 10 വയസ്സുള്ളപ്പോൾ തന്നെ എന്നെ ഇബ്രാഹിം മൽപ്പാനച്ചൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് സെമിനാരി കൊണ്ട് ചേർത്തു. എന്നാൽ അവിടെ പിന്നെ സീനിയർ വിദ്യാർത്ഥികളുമായിട്ട് ഇണങ്ങി പോകാനായിട്ട് പ്രയാസമാകുന്ന സമയത്ത് ഈ മകന് തിരിച്ചു പോകുന്നു, നാട്ടിലേക്ക് പോകുന്നു പറഞ്ഞത്. അപ്പൊ അപ്പൻ പറഞ്ഞു, നീ അങ്ങനെയാണ്, നീ വിഷമിച്ചെന്നോ, പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നിന്നു. ഏതാനും നാള് കഴിഞ്ഞ ശേഷം മൽപ്പാനച്ചന് വീണ്ടും ചെന്ന് പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഇവിടെ തങ്ങിക്കൂടേണ്ടിയവനല്ല, ഇവൻ വലിയവനാകും, അതുകൊണ്ട് നിങ്ങൾ ഇവനെ എന്റെ കൂടെ വിടുക എന്ന് പറഞ്ഞിട്ടാണ് ഈ കെ കോശിയുടെ മകനെ വീണ്ടും അദ്ദേഹം സെമിനാരി കൊണ്ട് പഠിപ്പിക്കുന്നതൊക്കെ എന്ന് പറയുന്നത്. അദ്ദേഹമാണ്
നാം ഇന്ന് വായിക്കുന്ന സത്യവേദ പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോ മാത്രമല്ല ഭാഷയുടെ കാര്യത്തിൽ മഹാപണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം CSI സഭയിലേക്ക് പോയി, CMS സഭയിലേക്ക് പോയി. CSIയുടെ കത്തീഡ്രൽ ദേവാലയത്തിന്, കോട്ടയം കത്തീഡ്രൽ ദേവാലയത്തിന്റെ പിന്നെ ഈ മദ്ബഹായുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ശിലാഫലകം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതാണ്. വിക്ടോറിയ മഹാരാജ്ഞി ഈ മലയാളം പരിഭാഷ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അന്ന് ഡോക്ടറേറ്റ് കൊടുത്ത് DD കൊടുത്തെന്ന് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ സത്യവേദ പുസ്തകം വായിക്കും വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ എന്തൊരു പൊയറ്റിക് ഒരു ശൈലിയാണ്, ആ ശൈലി ഇദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ പിൽക്കാലത്ത് സഭയ്ക്കും സമൂഹത്തിനും, അതുപോലെ മലയാളത്തിലെ ആദ്യ നോവലിൽ ഒന്നായ പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നതും ഈ ആർച്ച് ഡീക്കൻ കോശിയാണ്. അപ്പൊ ഇങ്ങനെ ഈ എബ്രഹാം വൽപ്പാനച്ചന്റെ ഈ കാൽച്ചുവടുകളെ പിന്തുടരുന്ന ഈ മലയാളത്തിന്റെ ശൈലിയുണ്ട്, ഗുളികച്ച പേന്തിയ ശിഷ്യന്മാരാണ്. അത് കുമാരനാശാൻ എഴുതിയിരിക്കുന്ന ശൈലിയാണ്. അപ്പൊ ആ ഗുളികച്ചപ്പേന്തിയ ശിഷ്യന്മാരാണ് അവരൊക്കെ. അവരിലൂടെ നവോത്ഥാനം കുറെ കൂടെ യാഥാർത്ഥ്യമായി തീർന്നു. സാറ് തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലായിരുന്നുകൊണ്ട് കുറെ കൂടി ജ്വലിപ്പിച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല നിലനിൽപ്പിന് വേണ്ടി സഭയ്ക്ക് ഇങ്ങനെയുള്ളത് കാഴ്ചപ്പാട് പലതും ഗൗരവം കൊടുക്കാൻ കഴിയാതെ പോയി കാണും. അത് ചരിത്രത്തിന്റെ വേറൊരു മുഖമാണ് എന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാന് ഉടനെ തന്നെ ഈ വേദിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നത്, പോകുന്നതിന് മുമ്പേ ഒരു കമന്റ് മാത്രം പറഞ്ഞു. അച്ഛൻ്റെ ഉപയോഗിച്ച ഈ സ്വത്വബോധത്തിന്റെ ആ വിഷയം വളരെ വളരെ പ്രധാനമാണ്. ഈ സഭയ്ക്ക് ഒരിക്കലും വേണ്ട പോലെ ഒരു സ്വത്വബോധമില്ലായിരുന്നു. സുറിയാനിയിൽ ആരാധിക്കുക, പിന്നെ ആത്മീയമായ ഏത് കാര്യത്തിനും ഈ വൈദേശികമായ ആ കാര്യങ്ങളെ പിന്തുടരുക. ആദ്യകാലങ്ങളിൽ പൗരസ്ത്യ സുറിയാനി, അതായത് ബാബിലോണിയ സഭയുമായിട്ടും പിന്നീട് അന്ത്യോക്യ സഭയുമായിട്ടും ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ ആരാണ്, ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ ആരാണ്, ആ ബോധമില്ലായിരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ആ ഭാഷ ഇല്ലാതെ നമ്മുടെ ഭാഷയിൽ ആരാധിക്കാമെന്നും നമുക്ക് ഒരു ഇവിടെ ദേശത്ത് നമുക്ക് നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാവുന്നതായ ഒരു മേൽപ്പട്ടക്കാരൻ ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം, ഇത് രണ്ടും നമ്മുടെ ഒരു ഓട്ടോണമി, ഈ സഭയെ ഒരു ഓട്ടോണമസ് ചർച്ചായിട്ട് ഡിഫൈൻ ചെയ്യുകയും ഈ കാലത്തിന് യോജിച്ച രീതിയിൽ നേതൃത്വം നൽകുവാൻ എപ്പിസ്കോപ്പൽ സംവിധാനം ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ള ദർശനം മൽപ്പാനത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. ആ കാര്യം കൂടെ നമ്മൾ അനുസ്മരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടോ? അത് ഞാൻ സൂചിപ്പിച്ച കാര്യം അച്ഛൻ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ സ്വത്വബോധം എന്നത് എനിക്ക് പലപ്പോഴും തോന്നി, ഞാൻ പ്രസംഗം തുടങ്ങിയതിനെ അങ്ങനെയാണ്. കാരണം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ആരുടെയൊക്കെയോ ഈ പിന്നാലെ പോകുന്ന ഒരു ശൈലി ഇന്ന് ചില കൂടുതലാണോ എന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. നമുക്ക് ആ വിഷയത്തിൽ ആ വഴിക്കോട്ട് ഞാൻ തിരിയുന്നില്ല. എന്നാൽ അത് നിലനിർത്തുക എന്നുള്ളത്, കാരണം ആദ്യം ഞാൻ പറഞ്ഞത് അനന്വയമായ ഒരു വ്യക്തിത്വം ഈ സഭയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നത്, അത് നിലനിർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് വരണം. അത് വരണമെന്നുണ്ടെങ്കിൽ കേവലം വൈകാരികമായി പറഞ്ഞാൽ ഒക്കില്ലല്ലോ. നമുക്ക് അത് നമ്മുടെ പഠനങ്ങളിലൂടെ മനനങ്ങളിലൂടെ ഒക്കെ നമ്മൾ വീണ്ടെടുത്തേ വെക്കുകയുള്ളൂ. കാരണം ഈ ലൈറ്റ് എന്ന ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സംവാദത്തിനുള്ള വേദി എന്നുള്ളതാണ്. സംവാദത്തിലുള്ള വേദികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാനും അതിനെ തിരുത്തേണ്ടവയെ തിരുത്താനും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് ഉണ്ടെന്ന് പറയുന്ന ശൈലി ഉപയോഗിക്കാതെ എങ്കിൽ മാത്രമേ ഈ സഭയുടെ സ്വത്ത് നമുക്ക് വീണ്ടെടുക്കാനാവുകയുള്ളൂ. ഏതായാലും ഇന്ന് കേരളത്തിലുള്ള എല്ലാ സഭകളും, ഞാൻ ഈയിടയ്ക്ക് ഒരു സഭയുടെ ഒരു പ്രോഗ്രാമിനെ ക്ഷണിച്ചിരുന്ന് ഞാൻ പോയി. അപ്പൊ മലയാളത്തിൽ ആരാധന നടത്തിയതിനെ കുറിച്ചാണ് അവര് പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു,
ഈ സഭ ആദ്യമേ ഈ മലയാളത്തെ ആരാധന അതായിരുന്നു മൽപ്പാനത്തിന് പേരിലുള്ള പ്രധാനപ്പെട്ട ഒരു തെറ്റതായിരുന്നു. ഏതായാലും അന്നായിരുന്നാലും ഇന്നായിരുന്നാലും നമുക്ക് അതിന്റെ വില നിശ്ചയിക്കാനാവാത്തതുപോലെയുള്ള ഒരു വളരെ അമൂല്യമായ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ മാതൃഭാഷയിലേക്ക് ആരാധന മാറ്റി എന്ന് പറയുന്നത്. അതൊരു ഒരു കണ്ടെത്തൽ, അതുപോലെ ആ ഒരു ഒറ്റയടി പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ സഭയുടെ ഒരു സവിശേഷതയാണ്. അപ്പൊ അത് നിലനിർത്താൻ നമുക്ക് കഴിയണം. അല്ല ആരാധന അങ്ങനെയാകാം ഇങ്ങനെയാകാം പല കാലങ്ങളിലാകാം എന്ന് പറയുന്നൊന്നും അല്ല. അതിലുപരിയായി ഈ സ്വത്വബോധം നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ ആരാധന. അത് അതിന്റെ ആ സ്വത്വം നിലനിർത്താൻ അതേ അവസരത്തില് സ്വാതന്ത്ര്യം നിലനിർത്തുന്നുമുണ്ട്. സ്വാതന്ത്ര്യം നിലനിർത്താതെ അടുത്ത രാജീവ് ഫിലിപ്പ് സാറ് കൈപൊക്കിയ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് ചുരുക്കി പറയണല്ലേ. താങ്ക് യു വിൽസൺ സാർ. ഇബ്രാഹിം ഗുരുവിടെ അച്ഛൻ വിശേഷിപ്പിച്ചതുപോലെ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണമാണ് മാത്യു ദാനിയേൽ അച്ഛൻ നടത്തിയത്. അച്ഛന് പക്ഷേ എന്നെ അറിയുമായിരിക്കും, 80കളിൽ മാരാമൺ മാർത്തോമ യൂണിവേഴ്സിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അച്ഛനെ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ വിളിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സാഹിത്യ സംബന്ധിയായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെയും അച്ഛനായിരുന്നു അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത്, വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അച്ഛനെന്ന് കോഴഞ്ചേരി കോളേജിൽ പ്രൊഫസറായിട്ട് കയറുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് അച്ഛൻ വളരെ അവൈലബിൾ ആയിരുന്നു. ദീപദീപത്തിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു. ദീപദീപത്തിലൊക്കെ ഒരുപാട് ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഭാഷ എനിക്ക് വളരെയധികം പരിചിതമാണ്. പ്രൗഢഗംഭീരമായിട്ടുള്ള ഭാഷ, അത് ആ ഭാഷ ഉപയോഗിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം നടത്തിയത്. ഇപ്പോഴും അത് ഒട്ടും കുറഞ്ഞിട്ടില്ല. വളരെയധികം എന്താ പറയുന്നത്, വളരെ നല്ല രീതിയിൽ ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഒക്കെ മലയാളത്തിലേക്ക് നമ്മുടെ കുർബാന മലയാളത്തിൽ ചൊല്ലി എന്നുള്ള ഒരു അപരാധം അന്ന് തന്നെ നമ്മുടെ മാർത്തോമാക്കാർ തന്നെ ഒരുപാട് അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം മൽപ്പാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് മാരാമൺ പള്ളിയിൽ ഈ മലയാളത്തിൽ കുർബാന അർപ്പിച്ച ആ ദിവസം അവിടെ തന്നെ ആരോ ഇടവപ്പെട്ട ഒരാൾ പ്ലാവിൽ ചക്കയിടാൻ കയറിയപ്പം താഴെ വീണു. അയാൾ മരിച്ചുപോയൊന്നുമില്ല. അവിടെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഈ അച്ഛൻ എന്താ അവിടെ കാണിച്ചത്, അച്ഛൻ പള്ളിയിൽ എന്താ കാണിച്ചത്, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ഇവിടെ മാത്യു ദാനിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ സഭയിൽ നിന്ന് പോലും അന്ന് സഭാജനങ്ങളിൽ പോലും സപ്പോർട്ട് ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെ കാരണം അന്നത്തെ രീതികൾ അതായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവകോപമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയിൽ സുറിയാനി ഭാഷയിലോ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിലൊക്കെ മാത്രമേ കുർബാന അർപ്പിക്കാൻ സാധിക്കൂ. അതാണ് ദൈവത്തിൻ്റെ ഭാഷ. ദൈവത്തിൻ്റെ ഭാഷയല്ലാത്ത, ദൈവത്തിന് പോലും മനസ്സിലാകാത്ത ഭാഷയാണ് മലയാളം എന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യാറ്. അപ്പോൾ തീർച്ചയായും ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ, അതായത് 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിനും തുടക്കം എന്നാണ് പറയാം, 18-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ അന്ന് ഈ പറയുന്നതായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ പോലും വന്നിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് വന്നതായ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ചാവറയച്ചൻ്റെ കാര്യം പറഞ്ഞു. ചാവറയച്ചന് ഏകദേശം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ അത് കുറച്ച് ഇതുപോലെയുള്ള വിപ്ലവകരമായ കാര്യങ്ങളാണ്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുന്നത്, ഈ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇബ്രാഹിം മൽപ്പാൻ അച്ഛൻ ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ മാത്യു ദാനിയേൽ അച്ഛനെ ഒന്നുകൂടി ഞാൻ അനുമോദിക്കുകയാണ്. അതുപോലെ ഈ ഇന്നത്തെ വിഷയം ഇവിടെ എടുക്കാൻ തയ്യാറായിട്ടുള്ള ലൈറ്റൻ ടു ലൈറ്റൻ വേദിയെയും അതുപോലെ സാറിനും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് ഇച്ചിരി കുഴപ്പമുണ്ട്. അച്ഛനെ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ നമ്മുടെ മുൻ ഉയർക്കിയ അച്ഛനും അതുപോലെ അതിന് മുമ്പ് റോയ് നെല്ലിക്കായലേക്ക് ഉണ്ടായിരുന്ന സമയം
നിർണ്ണമാരാവൺ ഭദ്രാസന വികസന സംഘത്തിൽ എൻ്റെ മുൻഗാമികളായിരുന്നു. അതിന് പുറകെ ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നത്. അപ്പം അന്ന് അച്ഛനെ ഞാൻ പല പ്രാവശ്യവും വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജനസംഘത്തിൻ്റെ ഭദ്രാസന യോഗങ്ങളിലൊക്കെ അച്ഛൻ സാഹിത്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ അവതരിപ്പിച്ചു. ഇന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ചരിത്ര സംബന്ധിയായിട്ടുള്ള വിഷയം കൂടി വളരെ പ്രാഗൽഭ്യത്തോടു കൂടി അച്ഛൻ അവതരിപ്പിക്കാൻ സാധിച്ചു. അച്ഛൻ ചരിത്രത്തിൽ ഒന്നും അല്ലാതെ ആദ്യം പറഞ്ഞെങ്കിൽ പോലും അച്ഛൻ വളരെ നന്നായിട്ട് നല്ല രീതിയിലാണ് അവതരണം നടത്തിയത്. എനിക്ക് തോന്നുന്നത് ഈ വിഷയം ഇങ്ങനെയുള്ള വിഷയം അടുത്ത സമയത്തൊന്നും ആരും അവതരിപ്പിച്ചും കണ്ടിട്ടില്ല. അതിനെടുത്തതായിട്ടുള്ള ലൈറ്റിനെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു സാറ്. അച്ഛനും എല്ലാം പറയാനുണ്ടോ? വിശേഷിച്ച് പറഞ്ഞ രാജുവിന്റെ ചിരകാല സുഹൃത്താണ്. ഒരു യൗവന കാലഘട്ടം വീണ്ടും ഓർമ്മിക്കാൻ ഒരു അവസരം നൽകി. ഈ മാർത്തോമാ യൂനിവേഴ്സിറ്റിയിലൂടെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നിരണമാരവൺ ഭദ്രാസനത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് പലത് പ്ലാൻ ചെയ്യാനും ഒക്കെ ഉള്ള അവസരം ദൈവം നൽകിയത് ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അത് ഓർമ്മിപ്പിച്ച രാജുവിന് പ്രത്യേകം നന്ദി. താങ്ക് യു അച്ഛൻ. അച്ഛനെ കാണാൻ കഴിഞ്ഞ ആഴ്ച CSSC വന്നു, പക്ഷെ അച്ഛൻ മാറി എന്നുള്ള നേരം പറഞ്ഞു. അടുത്തത് ശ്രീ ഫിലിപ്പ് കല്ലട സാറ് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കാര്യമാത്ര പ്രസക്തമായ വാക്കുകളിലൂടെ അബ്രഹാം മൽപ്പാന്റെ നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ വളരെ ചുരുക്കിയ സമയം കൊണ്ട് നമ്മളോട് അറിയിച്ച പ്രിയപ്പെട്ട മധ്യധന്യത്തിന് എൻ്റെ നന്ദി. എനിക്ക് 2 പ്രധാന കാര്യങ്ങളാണ് ആകാശങ്കയാണ് പറയാനായിട്ടുള്ളത്. ഒന്നാമത് 19-ാം നൂറ്റാണ്ടിൽ മൽപ്പാൻ അച്ഛൻ നിൽക്കുന്ന സഭയുമായി ഇടഞ്ഞ് മറ്റൊരു സഭയുടെ ഒരു തുടക്കത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഈ മലങ്കര സിറിയൻ ചർച്ച് എന്നുള്ള ചിന്തയായിരുന്നു അതോ ഇവിടെയുള്ള സാധാരണക്കാരെ, പ്രത്യേകിച്ച് ഈ അഡ്മിൻ സ്കൂളൊക്കെ തുടങ്ങിയ സമയത്ത് അവരെ സഭയിലേക്ക് ചേർക്കുന്നതിനുള്ള പ്രസക്തിയായിരുന്നു അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അന്ന് എന്തുകൊണ്ട് ഇന്നത്തെ പിൻകാലത്ത് വന്നതുപോലെ അനേകം ആൾക്കാരെ നമ്മുടെ സഭയിലേക്ക് ചേർത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, അബ്രഹാമിന്റെ കാലത്ത് കേരളമില്ല, 3 രാജ്യങ്ങളാണ് ഉള്ളത്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മുടെ സഭയ്ക്ക് ഒരു വിഘാതമായിരുന്നോ? മറ്റുള്ളിടത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുന്ന രീതി അന്ന് എങ്ങനെയാണ് സാധിച്ചത്? മറ്റൊരു കാര്യം പറയാനായിട്ടുള്ള മനോരമയെ സംബന്ധിച്ചാണ്. മനോരമയ്ക്ക് എന്നും ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളെ അവമതിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലൊടുവിൽ ആ 100 മഹാരഥന്മാരുടെ ഒരു ചരിത്രം വന്നപ്പോൾ ഈ 100 പേരിൽ അബ്രഹാം മൽപ്പാൻ്റെ പേര് ഒരിക്കലും ഉണ്ടായില്ല, യൂഹാനൻ മാർത്തോമായുടെ പേരും ഉണ്ടായില്ല. എന്നാൽ അതിനേക്കാൾ അപ്രസക്തരായ ഒരുപാട് പേരുടെ പേര് ആ കൂടെ അവരുടെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞിരുന്നു. നമ്മളോട് അവരുടെ ആ അവമതി എക്കാലത്തും ഉണ്ടെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനച്ഛൻ്റെ ഒരു സംശയ നിവാരണം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനെ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയ അച്ഛനാണ് പ്രിയപ്പെട്ട അച്ഛൻ. താങ്ക് യു. എനിക്ക് ആദ്യം പറഞ്ഞത് എന്താണെന്ന് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഈ ആദ്യം ചോദിച്ച ആ ചോദ്യം എന്താകുന്നു എന്ന് എനിക്ക് പിൽക്കാലത്ത് അച്ഛൻ മൽപ്പാനച്ഛൻ മരിച്ചതിന് ശേഷമാണ് സഭയിലേക്ക് അനേകം ആൾക്കാർ വരികയും ഉപദേശിമാരുടെ വിശേഷത്തിലൂടെ സഭയിലേക്ക് ജനങ്ങളെ. അതെ, കാലത്ത് അങ്ങനെ കൊണ്ടുവന്നില്ല സംശയം. മൽപ്പാനച്ഛൻ കാലത്ത് നമ്മളൊരു ചെറിയ ധാരയായിട്ടല്ലേ ഇവിടെ ആരംഭിച്ചത്. കാരണം അന്ന് അത് പിന്നെ പടർന്ന് പന്തലിച്ച് വലിയ ധാരയായി വലിയ പ്രവാഹമായിട്ട് മാറുകയായിരുന്നു എന്നുള്ളത്. ഇത്രയും സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു അത്ഭുതാവഹമായൊരു ചരിത്രം ഈ മാർത്തോമാ സഭയെ പോലെ ഒരു സഭയ്ക്കും ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. കാരണം ദൈവം ഇത്രയേറെ കനിഞ്ഞ ഒരു സഭയുണ്ടെന്നും എനിക്ക് സംശയമാണ്. ഇപ്പൊ നമുക്ക് ചെറിയ സഭയായിരുന്നെങ്കിൽ കൂടി ഒരുപാട് വലിയ നേതൃത്വത്തെ ദൈവം നമുക്ക് നൽകി. ദർശനമുള്ളവരെ, നേതൃത്വപരമായ കരുത്ത് മാത്രമല്ല ഉള്ളേ. അത് അൽമാരുടെ കൂട്ടത്തിലുണ്ട്, വൈദികരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ CP ഫിലിപ്പോസ് ശീശായെ പോലെ വലിപ്പമുള്ള ഒരു വൈദികർ മറ്റേതൊരു സഭയിൽ ഉണ്ടായിരുന്നു, എനിക്ക് സംശയമാണ്. അതുപോലെ ഈ വ്യക്തികൾ തന്നെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച അത് എല്ലാ മേഖലകളിലും അധ്യാപകരാകട്ടെ, പത്രപ്രവർത്തകരാകട്ടെ, ഇങ്ങനെ ഉള്ള ഒരുപാട് പേര് നമുക്കുണ്ട്. അപ്പൊ അത് ഈ ആദ്യകാലത്ത് ഇവരൊക്കെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച
വേദപുസ്തകമായി ഇറങ്ങി തിരിച്ച ഒരു തലമുറയുടെ പിന്മുറക്കാരാണ്. അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ആലോചിച്ച വിഷയം എന്ന് പറയുന്നത് മൽപ്പാനച്ചന് കേരള ചരിത്രകാരന്മാര് വേണ്ട പോലെ ഒരു ഒട്ടുമേ അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഈ നവോത്ഥാന ചരിത്രം എല്ലാം തപ്പിത്തിരഞ്ഞ് നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇപ്പം പലരെ പുതിയതായിട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അക്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ പേര് വരെ വന്നിട്ടില്ല. എന്റെ പ്രധാന കാരണം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മളിപ്പോ അങ്ങോട്ട് പേര് ചേർക്കാൻ ചെന്ന ബഹളം കാണിക്കണം എന്നുള്ളതല്ല. നമുക്ക് എന്തുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ സവിശേഷത അടയാളപ്പെടുത്തി നമുക്ക് ചെയ്തുകൂടാ? പക്ഷെ പകരം നമ്മൾ ചെയ്യുന്നത് ആ കാലഘട്ടത്തെ അങ്ങ് മറന്നേക്കാം എന്നുള്ളതാണ്. അതല്ല, ഏതായിരുന്നാലും അതാണ് ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, മറന്നാലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അത് നമ്മൾ തിരിച്ചറിയണേ. 50 വർഷത്തിനുള്ളിൽ ഈ ഒരു വലിയ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ. അവസാനമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിലപാടുകളിൽ നിന്ന് കടുകിട മാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ് മാത്യു തിരുമേനി. അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം ചില കാര്യങ്ങൾ കീഴ്പ്പെട്ടില്ല. അദ്ദേഹം പറയുന്നതിനുള്ള ഞാനിപ്പോ അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നിലപാടുകളുടെ കാര്യത്തിൽ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിയായ നിലപാടുകൾ ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞ സൂചിപ്പിച്ചല്ലോ, അവിടെയും പോകാം ഇവിടെയും പോകാം എന്ന മട്ടിലുള്ള രീതിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ വ്യക്തമായ ഉത്തരമാകുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് വേണ്ട പോലെ അത് ക്ലിയർ ആയി കിട്ടിയില്ല എന്നുകൊണ്ടുകൂടാണ്. AV സാർ ഇപ്പോൾ സംസാരിക്കാം. പ്രിയ മാത്യു ദാനിയേലച്ചന്റെ പ്രഭാഷണം കേൾക്കാനിടയായതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ ഈ നവീകരണത്തിൽ നിന്ന് സഭയെ വ്യതിചലിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ചതായ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അധികം പേരല്ലെങ്കിൽ ചെറിയ സമൂഹമാണെങ്കിലും ഒരു ബിഷപ്പ് തന്നെ അതിനൊക്കെ മുൻകൈ എടുത്ത് ഈ നവീകരണത്തിന്റെ ഒരു അടിസ്ഥാന ധാരയിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും സഭയെ വ്യതിചലിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടെ എബ്രഹാം മൽപ്പാനത്തിൽ കൂടെ ഇവിടെ പകരപ്പെട്ടതായ നവീകരണ വെളിച്ചത്തെക്കുറിച്ചും അച്ഛൻ്റെ ഒരു അതുല്യമായിട്ടുള്ള ജീവിത അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഈ ചരിത്രത്തിൽ മൽപ്പാനച്ചൻ അധികം അംഗീകരിക്കപ്പെട്ടു പോകാതിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതായ ഒരു കാര്യം, കാരണം ഒന്ന് ആദ്യകാലത്ത് നവീകരണ സംരംഭത്തിന്റെ ആദ്യകാലത്ത് ഇത് കുറച്ചുകൂടെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടായിരുന്നു. മാത്രവുമല്ല, ഈ ആരംഭ മെത്രാപ്പൊലീത്തായിരുന്ന മാത്യൂസ് മാർ അത്തനേഷ്യസ് നവീകരണത്തിന്റെ ഒരു സഭയിലാകമാനം തന്നെ, അന്നത്തെ മലങ്കര സഭയിലാകമാനം തന്നെ അത് വ്യാപിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ ഇതിന് കുറച്ചുകൂടെ വ്യാപകമായ സ്വീകരണം ലഭിച്ച നാളുകളായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ അദ്ദേഹം മുടക്കപ്പെടുകയും അദ്ദേഹത്തിനെതിരെ ഈ പുലിക്കോട്ടൻ ജോസഫ് മാർ ദിവാനോസൊക്കെ ഇങ്ങനെ പിൽക്കാലത്ത് ആ ഒരു ധാരയ്ക്കെതിരായിട്ട് രംഗപ്രവേശമൊക്കെ ചെയ്യുകയും ചെയ്തു. നവീകരണക്കാരെന്ന് പറയുന്നത് വളരെ ചെറിയ, എൻ്റെ ഒരു വായനയിലും പഠനത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, കോഴഞ്ചേരി, അയിരൂര് ആ ചുറ്റുപാടുകളിൽ മാത്രം ഒതുങ്ങി നിന്നതായ ഒരു ചെറിയ ഇതായിരുന്നു. മാത്രവുമല്ല, ഈ മാത്യൂസ് മാർ അത്തനേഷ്യസ് എബ്രഹാം മൽപ്പാന്റെ ഒരു കാഴ്ചപ്പാടിന് അനുയോജ്യമായിട്ട് നിൽക്കാതെ വന്നപ്പോൾ എബ്രഹാം മൽപ്പാൻ ആഗ്രഹിച്ചെന്താ, ഒരു നവീകരണ മെത്രാപ്പോലീത്ത തന്നെ അവരോധിതനായിട്ട് മാരാമണ്ണ് വന്ന് താമസിച്ച് ആ നവീകരണ സംരംഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന. പക്ഷെ അത് മാത്യൂസ് മാർ അത്തനേഷ്യത്തിന് സാധിച്ചില്ല. കാരണം അദ്ദേഹം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യകാലത്ത് നവീകരണത്തെ അത്ര ഗൗരവമായിട്ട് പ്രോത്സാഹിപ്പിക്കാത്ത ഒരു നിലപാടായിരുന്നു മാത്യൂസ് മാർ അത്തനേഷ്യസ് കൈക്കൊണ്ടത്. കാരണം സഭയെല്ലാം കൂടെ ഒന്നിച്ചു നിർത്തണമെന്നുള്ള ഒരു ചിന്ത, അത് ശരിയോ തെറ്റോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കേവലം ജോഗ്രഫിക്കലായിട്ട് പോലും അങ്ങേയറ്റം പോയാൽ കോട്ടയത്തിന്റെ തെക്കും
അതുപോലെ തന്നെ കൊട്ടാരക്കരയുടെ വടക്കുമായിട്ട് ഈ കോഴഞ്ചേരി, മാരാമൺ, തിരുവല്ല ആ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ജനസമൂഹമായി ആയിരുന്നു അന്ന് മാർത്തോമാ സഭ അല്ലെങ്കിൽ നവീകരണ സഭ. ആ ഒരു ചെറുമ ഇതും എബ്രഹാം വൽപ്പാനെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതിന് വിഘാതമായി തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു വായനയുടെ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആണ്. അത് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി. അച്ഛന് പ്രതികരിക്കാം. സാറ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഇവിടെ പ്രധാനമായിട്ടും പമ്പാ നദിയുടെ തീരങ്ങളിലാണ് നമ്മുടെ സഭ ഇങ്ങനെ ഒതുങ്ങി നിന്നിരുന്നത്. അപ്പൊ അതിനെ ആദ്യകാലത്ത് തന്നെ അത്ര ഒതുങ്ങി നിന്നാൽ പോരാ, ഈ പൂർവിക സഭയുടെ തന്നെ ഒരു ഭാഗമാകണം. പക്ഷെ വൽപ്പാനത്തിന് അങ്ങനെ ഉള്ള താല്പര്യം കുറവായിരുന്നു. കാരണം എത്ര ചെറുതായിരുന്നപ്പോൾ ഈ മാത്യൂസ് മാർത്താനോസ് തിരുമേനി തന്നെ ജീവിതാന്ത്യത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വൽപ്പാനച്ചൻ പറഞ്ഞത് എനിക്ക് സ്വീകരിക്കാൻ മതിയായിരുന്നു എന്ന് സ്വയം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള വിലാപത്തോടു കൂടിയാണ് ഈ മാത്യൂസ് മാർത്താനോസ് കടന്നു പോകുന്നത്. അതെ. പക്ഷെ അദ്ദേഹമാണ് നമ്മുടെ സഭയെ ആദ്യകാലത്തിൽ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു കുറെ കൂടെ വിപുലമാക്കാൻ സഹായിച്ചതെന്നുള്ളത് മറക്കാൻ പാടില്ല. വൽപ്പാനച്ചൻ ഇങ്ങനെ ഈ പമ്പയുടെയും മണിമലയാറിന്റെയും തീരങ്ങളിൽ മാത്രമുള്ള പ്രദേശങ്ങളിലാണ് അച്ഛന്റെ സേവനം ഒതുങ്ങിയെന്ന്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തിന് ഈ 50 വർഷം മാത്രമേ ദൈവം അനുവദിച്ചുള്ളൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങളെ നടന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. അതിനകത്ത് ഗുണപരമായ ഒരു അംശമാണ് നമ്മൾ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് ചേർന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റില് അച്ഛൻ പറഞ്ഞ 5-8 പേരല്ല, കുറെ കൂടെ വിപുലമായ ലിസ്റ്റില് പൊയ്കയിൽ യോഹന്നാൻ വരുന്നുണ്ട്. അദ്ദേഹം ഇതിലും ചുരുങ്ങിയ ജനസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് പോലും ഈ കേരള സാംസ്കാരിക രംഗം അംഗീകരിച്ച ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് വരുന്നുണ്ട്. അപ്പം ജനസമൂഹം എന്നുള്ളതിനേക്കാൾ ഒരു പ്രൊമോഷൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, കാരണം ഇത്രയും പോലും ഇല്ലാത്ത സമൂഹത്തിന്റെ നായകരാകുന്നവർ പോലും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ സംഘടിക്കുക സഭയോടുള്ള പ്രചോദനം നൽകിയവരാണ്. ഇപ്പൊ ഗുരുസ്വാമികൾ കിട്ടുന്നൊരു പ്രാധാന്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല. അത് ആ പ്രാധാന്യം കിട്ടേണ്ടതുമാണ്. കാരണം അങ്ങനെ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോ അത് നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ വൽപ്പാനച്ചനും ഈ ധാരയിൽ ഒരു കണ്ണു ചേർക്കാൻ അർഹതപ്പെട്ട ഒരാളാണ്. അത് ചെയ്തിട്ടില്ല. അത് സെക്കുലർ ഫീൽഡിൽ നമ്മുടെ സാക്ഷ്യത്തെ കുറിക്കുന്ന ഒരു സങ്കല്പത്തിന്റെ വിഷയവും ഇതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ആത്മീയ തലം മാത്രം ഇങ്ങനെ കണ്ടു പോകുന്നു. കുറെ കൂടെ സെക്കുലർ ഫീൽഡിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ വേണ്ട പോലെ കണ്ടില്ല. കുറെയൊക്കെ നമ്മൾ വിസ്മരിക്കപ്പെടുകയും ചെയ്തു. അതിനോടായിരിക്കും ഒരു കാരണം. അടുത്തത് മിസ്റ്റർ ജോർജ് യോഹന്നാൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എൻ്റെ ഒരു ചെറിയ സംശയം ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്. ഈ മാതൃഭാഷയിൽ ആദ്യമായി നമ്മൾ ചൊല്ലിയവരാണ്, മലങ്കര സഭയിൽ ആദ്യമായി മാതൃഭാഷയിൽ ചൊല്ലിയവരാണ്. പക്ഷെ നമ്മൾ സ്വീകരിച്ച പേര് അതിനോട് യോജിക്കുന്ന ഒരു പേരല്ലാതായിപ്പോയി. മലങ്കര മാർത്തോമ, അത് കഴിഞ്ഞൊരു വാക്ക് കിടക്കുന്നത് സുറിയാനി സഭ. ഇതുമൂലമാണ് എല്ലാ മനുഷ്യർക്കും സുറിയാനി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നു. ഈ മലങ്കര മാർത്തോമ സുറിയാനി സഭ എന്നുള്ള പേര് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് വാസ്തവത്തിൽ നമ്മൾ ആദ്യം ചെയ്തത്, ജോസഫ് മാർത്തോമയൊക്കെ പ്രസംഗിക്കുമ്പം പറയുന്നുണ്ട്, ഇത് ഭാരതീയ ഭാഷയിൽ നമ്മൾ ആരാധന നടത്തുന്നവരാണ്. പക്ഷെ ആ പേര് നമ്മൾ സ്വീകരിക്കാത്തിടത്തോളം കാലം എല്ലാം ഒരു മെത്രാച്ചനും അതിനോട് സുറിയാനി വേണം. ഈ സുറിയാനിയിൽ ഇത് പറഞ്ഞാൽ ഈ സംസ്കൃതത്തിൽ ഈ ചൊല്ലുകളൊക്കെ ചില ദേവാലയങ്ങളിൽ സംസ്കൃതത്തിൽ ചൊല്ലിയാലേ ദൈവം കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ
ഒരു മതത്തിൽപ്പെട്ടവർ അവർ അറബിയിൽ ചൊല്ലിയാൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാലത്ത് ഇത് നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. സുറിയാനി പറഞ്ഞാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ തിരുവല്ലായി ചന്തയിൽ ഈ സുറിയാനി ചൊല്ലിയത് കൊണ്ടാണ് പ്ലാവേ നാള് വീണതെന്ന് പറയുന്നു. ആദ്യമായിട്ടത് അച്ഛൻ്റെ ആ പുസ്തകത്തിനകത്ത്, കോവൂരച്ഛൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുമുണ്ട്. തിരുവല്ല ചന്തയിൽ ഇത് പറയാൻ കാര്യം അന്ന് സുറിയാനി ചൊല്ലിയത് കൊണ്ടാണ്. അപ്പം ഈ എല്ലാത്തിനും ഒരു ദൈവിക ഭാഷ എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ പേരിനകത്തും ആ പ്രശ്നമില്ലേ? എൻ്റെ ഒരു ചോദ്യം അതാ. ഈ പേര് എന്നത് സഭയ്ക്ക് പൂർവ്വകാലം ഒരു ചാർത്തി കിട്ടിയതാണ്. ആ ചാർത്തി കിട്ടിയ പേര്, ഇതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, ഈ സാധു കൊച്ചുദേശി ഇതിനകത്ത് സഭാമണ്ഡലത്തിൽ അംഗമായിരിക്കും ഒരു ഘട്ടത്തിൽ. അന്ന് തീത്തോസ് രണ്ടാമതിനുള്ള കാലമാണ്. അപ്പൊ അന്ന് ഒരു 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 അതിശക്തമായ ഒരു വാഗ്വാദ വിഷയത്തെക്കുറിച്ച് ഉണ്ടായി, ഈ പേരിന് ഇങ്ങനെ മാറ്റണ്ടേ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഉണ്ടായ സമയത്ത് അതെങ്ങും എത്തുന്നില്ല എന്ന് കണ്ടപ്പോ ഒന്ന് ബുദ്ധിമുട്ടി. അപ്പൊ ഈ സാധു കൊച്ചുദേശി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല, നമുക്ക് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കാം, ദൈവം എന്ത് മറുപടി തരുന്നു അത് നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം നേരം പറഞ്ഞിരുന്ന സമയത്ത്, സെഷൻ അടുത്ത് ആരംഭിച്ച സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, സാധു കൊച്ചുകുഞ്ഞൻ എന്താ ദൈവം വെളിപ്പെടുത്തി പറയാൻ പറഞ്ഞു. സാധു കൊച്ചുകുഞ്ഞ് പറഞ്ഞു, എന്റെ പൂർവ്വ പിതാക്കന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ആ പേര് മാറ്റണ്ട, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത്. അത് ഏകാഭിപ്രായം അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഈ പേരിൽ തന്നെ നിലനിൽക്കുന്നത് ഞാൻ കരുതുന്നില്ല. ഞാൻ സാധാരണഗതിയിൽ മലങ്കര മാർത്തോമ സഭയെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ പക്ഷെ ഇത് ഒരു കാലത്ത് സുറിയാനി ആരാധനയിൽ ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നമ്മൾ എന്നതിന്റെ അർത്ഥമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു പതിത്വമൊന്നുമില്ല. മാത്രമല്ല, അതുകൊണ്ട് അതിന്റെ കൂടുതൽ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇത് ഈ പിന്നീട് ഉണ്ടായിട്ടുള്ള വിഷയം തന്നെ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള മട്ടില് യൂഹാനന്ദരുടെ കാലത്ത് ഇതേ വിഷയം തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനെല്ലാം നമ്മള് ഗൗരവം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ കൂടുതൽ കൊടുക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. അതുകൊണ്ടായി പറയുന്നത്. ഞാൻ അങ്ങനെ വിഷയം എനിക്കധികം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ സാധാരണ പറഞ്ഞ് മലങ്കര മാർത്തോമ സഭ എന്ന വാക്ക എന്റെ മനസ്സിൽ എന്നും വരിക. ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചതെല്ലാം അത് തന്നെയാണ് ഉപയോഗിച്ചത്. അച്ഛൻ ഉപയോഗിക്കുന്നതിനല്ല, ഈ നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഭാഗത്തെല്ലാം, ഞാനിങ്ങി തേവലക്കര ആ ഭാഗമുള്ള ആളെ, കരുനാഗപ്പള്ളിക്കാരനാണ്. പക്ഷെ എല്ലാം ചോദിക്കുമ്പോഴേ, ഞാൻ ഗൾഫിലും കുറെ നാളുണ്ടായിരുന്നു, അവിടെ അന്ന് രണ്ടുപേരേ ഉള്ളൂ, ഒന്നീ മാർത്തോമ അല്ലെ യാക്കോബ, ഇതേ പറയത്തുള്ളൂ. യാക്കോബ മാർത്തോമ, മാർത്തോമ യാക്കോബ, ഇതേ പറയുന്നുള്ളൂ. പക്ഷെ ഈ പേര് ഒഫീഷ്യലായിട്ടുള്ളത് വരുന്നതിനകത്ത് ഒരു അറ്റത്തൊരു സുറിയാനി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പലരും അത് പൊക്കി പിടിക്കുക. ആ കൊടി അവർക്ക് പിടിക്കണ്ടേ? നമ്മുടെ അടുത്ത 4 പേരോടുണ്ട് ചോദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. എല്ലാവരോടും ചുരുക്കി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആ 4 പേരുടെ പേര് പറയാം. അവര് കൈപൊക്കിയ ക്രമം അനുസരിച്ചാണ്. അടുത്ത ചെറിയാൻ ജോൺ സുരേഷ്, റവറൻ ഡി സുനില്, മിസ്റ്റർ എബി ചാണ്ടി, മിസ്റ്റർ കുര്യൻ വി മാത്യു. ഇപ്പോൾ ചെറിയാൻ ജോണ് സംസാരിക്കുന്നതായിരിക്കും. ഗുഡ് ഈവനിങ് അച്ഛാ. ഞാൻ ലേറ്റായിട്ടാണ് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയത്. കേട്ടാൽ വളരെ നല്ല സന്തോഷമുണ്ട്. ഞാൻ പറയാൻ വന്ന ഏബ്രഹാം മൽപ്പാന്റെ ദർശനം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് അന്നും നമ്മൾ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണല്ലോ. ഇപ്പോൾ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ, ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയസ് ഫ്രീഡം, ഈവൻ സെലക്ടിങ് ഫുഡ്, നമുക്ക് അതുവരെ ആയിട്ടുണ്ട് സംഗതികൾ. പക്ഷെ നമ്മളത് എന്തെങ്കിലും ആ ദർശനവും ആ ഇതും നമുക്ക് ഫോളോ ചെയ്തോ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോഴും ഒരു ഒരു വല്ലാത്ത ലെവലിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് ആയാലും സോഷ്യലായാലും ഗവൺമെൻറ് പറയാൻ നമ്മൾ കേൾക്കുക, അതനുസരിക്കുക. നമ്മളത് കേട്ടനുസരിച്ച് നമ്മുടെ റൈറ്റോ നമ്മുടെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ അത് വല്ലതും പറ്റിയിട്ടുണ്ടോ? നമ്മൾ ദൈവവിശ്വാസികളാണ്, ആ പോളിസി വെച്ചാണ് നമ്മളെല്ലാവരും പോകുന്നത്. പക്ഷേ ഈ സൂപ്പർസ്റ്റീഷ്യസ് പൊളിറ്റിക്കൽ ഇഷ്യൂ, സോഷ്യൽ കമ്മ്യൂണിറ്റി ലെവലിൽ ഈ അതർ ഇമ്പാക്ട് നമുക്ക് സോഷ്യൽ ലെവലിൽ വരുന്ന സമയത്ത് നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതെല്ലാം ഫേസ് ചെയ്ത് പോകണം, നമ്മൾ ഇത് ചെയ്യണം. അപ്പം മൽപ്പാനച്ചൻ അന്ന് ദർശനം എന്തായിരുന്നു? എല്ലാവരും സ്നേഹിച്ച് ദൈവവിശ്വാസത്തിൽ ക്ലിയറായിട്ട് എല്ലാവരും
പരസ്പരം സ്നേഹിച്ച് ആ രീതിയിൽ പോകാനുള്ളൂ. പക്ഷെ നമുക്ക് ഇമ്പാക്റ്റും സഹിക്കാൻ വയ്യാത്ത പറയാമായിരുന്നു. എല്ലാവർക്കും ഇതുണ്ട്. അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൽപ്പാൻ അച്ഛനെ നമ്മളെല്ലാം തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ട്രെയിനിൽ ബീഫ് കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ആരെയുണ്ട് മർദ്ദിക്കുകയും അങ്ങനെ ചെയ്തു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്രിസ്ത്യാനിയിൽ പോലെ നമ്മൾ ബീഫ് കഴിക്കാനൊക്കത്തില്ല. അപ്പോൾ അത് നേരത്തെ ഇഷ്യൂ വന്നിട്ടുള്ളതാണ്. ഇത് കൂടി വരുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ കൃപ അനുസരിച്ച് പോകുന്ന സമയത്ത് നമുക്കത് നമ്മുടെ എന്തെങ്കിലും കഴിവായാലും ഫർട്ടായാലും എസ്റ്റാബ്ലിഷ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം സ്തോത്രം. അടുത്തത് റെവറൻ ഡി സുനിൽ. മാത്യു ഡാനിലച്ചനെ ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞ വളരെയധികം സന്തോഷമുണ്ട്. അച്ഛനോട് സംവദിക്കാൻ കഴിയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അച്ഛന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അച്ഛാ, ഞാൻ പറയുന്നത് ഈ എബ്രഹാം മൽപ്പാന്റെ കാലയളവിൽ അദ്ദേഹത്തെ സഹായിച്ച, നവീകരണാശയങ്ങളെ സഹായിച്ച ഒരാളായിട്ട് മഹാകവി ചേകോട്ടാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആ കാലയളവിൽ കോട്ടയം സെമിനാരിയിൽ പഠിത്തം ആരംഭിച്ചപ്പോൾ പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാൻ മുതലായവരോടുകൂടെ മലയാളം പഠിപ്പിക്കുന്നതിന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് രാജ്യസഭയിൽ തന്നെ, പ്രത്യേകിച്ച് സ്വാതി തിരുനാൾ മഹാരാജാവ് ചേകോട്ടാശാനെ കൊട്ടാരത്തിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ വിദ്വത്സഭയുടെ മുമ്പിൽ വെച്ച് വളരെയധികം ആദരിച്ചതായിട്ടൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എബ്രഹാം മൽപ്പാനെ പിന്തുണയ്ക്കുന്നതിന് മുൻപിനായിട്ട് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അടങ്ങപ്പുറത്ത് യൗസഫ് കത്തനാര് കോട്ടയം കല്ലുംകത്ര പള്ളിയിൽ വെച്ച് മലയാള പരിഭാഷയിൽ കുർബാന ചൊല്ലി മലങ്കര സഭയിൽ നവീകരണ സ്വാധീനം എബ്രഹാം മൽപ്പനോടൊപ്പം അത് വ്യാപിപ്പിക്കുന്നതിന് ശ്രമിച്ചതിനെ കുറിച്ച് വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ആ കാലയളവിൽ സഹായിച്ച ശിക്ഷകണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട ആളുകളായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മുത്തപ്പന്റെ രൂപം നശിപ്പിച്ച നടപടി ഒരൊറ്റപ്പെട്ട സംഭവം അല്ലായിരുന്നു എന്ന് നമ്മുടെ ഈ മാർത്തോമാ സഭയുടെ ഒരു 2011 മാർത്തോമാ സഭാ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു ചർച്ചയ്ക്ക് വന്നൊരു പുസ്തകമുണ്ട്. മണ്ഡല ഗ്രന്ഥം, എനിക്കൊന്ന് രാജവഞ്ചേരിച്ചനൊക്കെ ചേർന്ന് അത് പ്രസിദ്ധീകരിച്ച മണ്ഡല പുസ്തകമാണത്. അപ്പൊ അതിനകത്ത് ഈ കോഴഞ്ചേരി പള്ളിയിലും ചെങ്ങന്നൂർ പലപ്പോഴും നമ്മൾ തമസ്കരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഈ മുത്തപ്പന്റെ രൂപം നശിപ്പിച്ച നടപടി കോഴഞ്ചേരി പള്ളിയിലും ചെങ്ങന്നൂർ പള്ളിയിലും ഞങ്ങൾ വായിക്കാം. ത്രോണോസിൽ വെച്ചിരുന്ന രൂപങ്ങൾ ജനങ്ങൾ തന്നെ പുറത്തു കൊണ്ടുപോയി വെട്ടി നശിപ്പിച്ചത് നവീകരണ ആശയങ്ങളുടെ വ്യാപ്തി അത്രമാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ എബ്രഹാം മൽപ്പാന്റെ ആ സ്വാധീനം ചുറ്റുപാടുകളെയും മറ്റ് ഈ ബിംബാരാധന ഉണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ആ ബിംബാരാധനയൊക്കെ മാറ്റുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നവോത്ഥാന നായകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ഈ നവീകരണ പോർക്കളത്തിലെ ആ കാഹളം എന്ന് പറയുന്ന ആ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മളത് വായിക്കുമ്പോൾ അവിടെ ഈ അന്ധവിശ്വാസങ്ങളെ ശക്തമായിട്ട് അദ്ദേഹം എതിർക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അന്ധവിശ്വാസം നവീകരണ പോർക്കളത്തിലെ കാഹളത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആളുകൾ മുട്ടിന്മേലെഴയുന്ന പരിപാടിയും അതുപോലെ പല സന്ദർഭങ്ങളിലുമൊക്കെ നടക്കുന്ന അന്ധവിശ്വാസ അനാചാരങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നില്ല. നമുക്കറിയാം നവോത്ഥാന നായകന്മാരൊക്കെ ആ രീതിയിൽ നിലവിലിരുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എതിർത്തു. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അന്ന് ഈ നവീകരണ പോർക്കളത്തിലെ കാഹളം എന്ന് പറയുന്ന ആ രേഖയിൽ ശക്തമായിട്ടത് പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനെ കേൾക്കാൻ, അച്ഛൻ്റെ ആ ശക്തമായ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. പ്രിയപ്പെട്ട അച്ഛാ, നന്ദി. ഇത് ഈ അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഈ അടിവരയിട്ട് പറയേണ്ടതാണ്. കാരണം നമ്മൾ സാധാരണഗതി ചരിത്രം എഴുതുമ്പോഴും ചരിത്രം പഠിക്കുമ്പോഴും ചില നായകരിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പഠിച്ചു പോകുന്നത്. സഭാചരിത്രം എഴുതുന്നവരൊക്കെ പത്രാസന്മാരിൽ കേന്ദ്രീകരിച്ച സഭാചരിത്രം എഴുതുന്നത്. എന്നാൽ ഈ പ്രാദേശിക സഭകളുടെയും ഇടവുകളുടെയൊക്കെ പ്രാധാന്യം കൊണ്ടെങ്കിൽ മാത്രമേ ചരിത്രം പൂർത്തിയാകുകയുള്ളൂ. ഇപ്പൊ തന്നെ കേരള ചരിത്ര പഠനത്തിൽ തന്നെ ഈ പ്രാദേശിക പ്രഭേദങ്ങളെ കുറിച്ചുള്ള പഠനം ഇപ്പൊ നടക്കുന്നുണ്ട്, പലയിടത്ത് നടക്കുന്നുണ്ട്. ഇത് കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ സഭയ്ക്ക് നവോത്ഥാന ചരിത്രം എന്ന് പറയുന്ന പോലെ
ഇപ്പൊ ഈ ചേകോട്ടാശൻ എലന്തൂർക്കാരനാണ്. എലന്തൂർക്കാരൻ, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അവോളം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ മെറ്റീരിയല് കിട്ടാനുള്ളൂ. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന് അധ്യായം എഴുതിയിട്ടുമുണ്ട്, ചേകോട്ടാശനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ പ്രാദേശിക ചരിത്രങ്ങളിലൂടെ ശേഖരിക്കാനായിട്ട് സഭയിൽ ഒരു ശ്രമം നടക്കണം. അല്ലാതെ ഈ മെത്രാപ്പൊലീത്തമാരുടെ കഥകൾ മാത്രം പറഞ്ഞു പോകുന്ന, അതിനെ കേന്ദ്രീകരിച്ച് അതിനോട് ചേർന്ന് നിന്നവരുടെ അതേ ചരിത്രകാരന്മാർക്ക് ഒത്തിട്ടുള്ളൂ. ആ രീതി മാറിയിട്ട് കുറെ കൂടി പ്രാദേശികവത്കരിക്കാനും കുറെ കൂടി ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാറുണ്ടല്ലോ, അതിനുള്ളൊരു ശ്രമം നടത്തിയാൽ കുറെ കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ എത്രയോ ചെറിയ ചെറിയ ഉപദേശിമാര് ഇവിടെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ സഭയെ നയിച്ച ഒരു കൂട്ടര്. അതുപോലെ തന്നെ എത്രയോ അച്ഛന്മാര്, എത്രയോ പള്ളികൾക്ക് രൂപം നൽകിയവര്, എത്രയോ പള്ളികളില് ആത്മീയമായ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ തമസ്കരിക്കപ്പെടുകയാണ്. അപ്പൊ അത് കണ്ടെത്താനും പരിരക്ഷിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എന്റെയും അച്ഛൻ പറഞ്ഞുള്ള അഭിപ്രായം. അതാണ്. അപ്പൊ ഈ അടകപ്പുറത്ത് കശീശായും ചേകോട്ടാശാനും കുറെ കൂടി ഇതിന്റെ പ്രാബല്യത്തിലേക്ക്, നമ്മുടെ ഓർമ്മയിൽ പ്രാബല്യത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. അച്ഛൻ്റെ സമയത്തിന് വളരെ നന്ദി. പലപ്പോഴും CSSൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളത് അച്ഛൻ്റെയാണ്. അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. അച്ഛനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചരിത്രപരമായിട്ടാണ്. അച്ഛൻ, ചില രേഖകളിൽ മലയാളത്തിൽ ആദ്യമായിട്ട് കുർബാന ചൊല്ലിയത് ആഞ്ഞൂരിലെ ജോർജ് കത്തനാരാണ് എന്ന് ചില പുസ്തകങ്ങളിൽ കാണും. അതിനെപ്പറ്റി എന്തെങ്കിലും അച്ഛന് അറിയുമോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ നവീകരണ പോർക്കളത്തിലെ കാഹളം എന്ന പേരിലുള്ള കേണൽ ഫ്രേസറിന് അയച്ചിരിക്കുന്ന ഈ കുറിപ്പിൽ അതിൽ പറയുന്നതല്ലാതെ പിന്നീട് എന്തെങ്കിലും ലേഖനങ്ങളോ കാര്യങ്ങളോ അബ്രഹാം മൽപ്പാൻ എഴുതിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേരിലോ കാര്യങ്ങളിലോ വല്ല? മൂന്ന്, ഇപ്പോ ഇവിടെ ചോദിച്ചു സുറിയാനി എന്നുള്ള ഭാഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. അബ്രഹാം മൽപ്പാൻ അയച്ച ഈ 23 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പൊതുവായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സുറിയാനിക്കാരുടെ മര്യാദയ്ക്ക് ചേരാത്ത കാര്യങ്ങളെ പറ്റിയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ ലേഖനം വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പലരും. അതിലെ മൂന്നാമത്തെ പെറ്റീഷൻ, മൂറോൻ പോശുന്നത് സുറിയാനിക്കാർക്ക് മര്യാദയും കൽപ്പനയും ഇല്ലാതെ ആയിരിക്കുമ്പോൾ, അതിന് മുൻഭാഗങ്ങളുണ്ട്, അതിൽ തന്നെ പറയുന്നു സുറിയാനിക്കാരുടെ മര്യാദയെപ്പറ്റി. അതുപോലെ സൈത്ത് കൂദാശയിലും സുറിയാനിക്കാരുടെ മര്യാദയായിരിക്കുന്ന പ്രകാരം ഇവിടെയെല്ലാം അബ്രഹാം മൽപ്പാൻ പറയുന്നത് സുറിയാനിക്കാരുടെ മര്യാദയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കാനോനെ പറ്റിയും അബ്രഹാം മൽപ്പാൻ ഈ പറഞ്ഞ രേഖകളിൽ 23-ാമത്തേതായിട്ടുള്ളതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സുറിയാനി എന്നത് സഭയ്ക്ക് പേര് വന്നത് എന്നതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഈ അബ്രഹാം മൽപ്പാൻ ഉൾപ്പെടെ ഉള്ളവർ വിശ്വസിച്ചിരുന്ന വെസ്റ്റ് സിറിയക് ലിറ്റർജി എന്ന് പറയുന്ന ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു പാരമ്പര്യം ആയതുകൊണ്ടുകൂടിയാണ് സുറിയാനി എന്ന പേര് വന്നിരിക്കുന്നതും. അത് ഒരു ഐഡന്റിറ്റി കൂടാണ്. അതായത് തോമസ് ലീഹയുടെ പരമ്പരയിൽ ആ കാലത്ത് ഇവിടെ വന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രപരമായ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിലെ ഏത് പൗര അവകാശത്തിൽ പെടുന്നതിൽ ആദിമകാലത്തെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ വിഭാഗമാണ് നമ്മൾ എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ സുറിയാനി എന്ന് പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ 18-ാം നൂറ്റാണ്ടിന് ശേഷവും അല്ലെങ്കിൽ കത്തോലിക്ക സഭക്കാർ 15-ന് ശേഷമുള്ള കാലഘട്ടം പറയുമ്പോൾ സുറിയാനി ക്രിസ്ത്യാനിക്ക് പറയാനുള്ളത് AD 52 തൊട്ടുള്ള പാരമ്പര്യമാണ്. അതിൻ്റെ കാരണം ഇത് സുറിയാനി സഭയുടെ ഭാഗമായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഔദ്യോഗിക രേഖകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും AD 52-ൽ എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ്. 1888-ൽ എസ്റ്റാബ്ലിഷ്ഡ് എന്നല്ല നമ്മുടെ സഭയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ 1927-ൽ എസ്റ്റാബ്ലിഷ്ഡ് എന്നല്ല. അത് പ്രത്യേകം ഈ വിഷയവുമായിട്ട് പഠിക്കുന്നവരെ കൂടെയാണ് മർത്തോമ സഭയ്ക്ക് മലങ്കര മർത്തോമ സുറിയാനി സഭ എന്ന പേര് വന്നതും. മിസ്റ്റർ എബ്രഹാം അച്ഛൻ മുമ്പ് പറഞ്ഞ ചില ഭാഗങ്ങളിൽ സുറിയാനി വേദശാസ്ത്രം എന്നുള്ള രീതികളിൽ എന്തുകൊണ്ട് തദ്ദേശീയമായി വന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹം കാലത്തിന് ശേഷം ജനിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം AD 52 ജനിച്ചിരുന്നെങ്കിൽ അന്നത്തെ ആർക്കിയോമാരുടെ കൂടെയൊക്കെ ചേർന്ന് നമുക്ക് തദ്ദേശീയമായ ഒരു ദൈവശാസ്ത്രപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ ലിറ്റർജിയും സൃഷ്ടിക്കാമായിരുന്നു. അതിനോട് ആ കാലത്ത് യോജിപ്പാണ്.
പക്ഷെ ഇന്ന് അത് തെറ്റായ കാര്യമാണ്. കാര്യം അത് പ്രകാരമാണ് നമ്മുടെ ദൈവശാസ്ത്രം തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അത് വെറും ഭാഷ മാത്രമല്ല, അതാണ് നമ്മുടെ സഭയുടെ തിയോളജി. ഈ കൂട്ടത്തിൽ ഈ അബ്രഹാം മൽപ്പാൻ അച്ഛൻ കൈവപ്പിന് വേണ്ടി രണ്ടാമത് പോയി കൈമുട്ടിയത് ഈ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഇതിൽ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അല്ലാണ്ട് തദ്ദേശീയപരമായിട്ട് CMS മിഷണറിമാരുടെ കൈവപ്പിന് വേണ്ടിയിട്ടല്ല അബ്രഹാം മൽപ്പാൻ പോയത് എന്ന് ഇതിന്റെ അടിസ്ഥാനപരമായ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കും. എന്തെങ്കിലും ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് അവസാനിപ്പിക്കുക. ഒരു പ്രഭാഷണത്തിന് ഇനി സമയമില്ല. വേറെ രണ്ടുപേരൂടെ കൈ ഉയർത്തിയിട്ടുണ്ട്. ഇത് അച്ഛൻ ഇതിന്റെ മറുപടി പറയാം. സാറിന്റെ സുചിന്തിതമായ അഭിപ്രായത്തെ ഞാനും മാനിക്കുന്നു. ആദ്യം പറഞ്ഞ ഈ ആഞ്ഞിലിമൂട്ടിൽ ജോർജ് കത്തനാർ എന്ന് പറഞ്ഞ മാരാമണ്ണ ആഞ്ഞിലിമൂട്ടിലാണോ? എനിക്ക് ഞാൻ അങ്ങനെ ഒരു പേര് ഈ മലയാളത്തിൽ ആദ്യം കുർബാന ചൊല്ലുന്നതായിട്ട് കേട്ടിട്ടില്ല. അത് രണ്ടുപേർക്ക് അവകാശപ്പെട്ടതാണൊന്ന് പിന്നെ അബ്രഹാം മൽപ്പാനത്തിനും അത് കൈതയിൽ ഗീവർഗീസ് മൽപ്പാനത്തിനും രണ്ടുപേർക്കും അവകാശപ്പെട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മറ്റേ നമ്മൾ കൂടുതൽ അന്വേഷണം കാര്യത്തിന് ആവശ്യമാണ്. അതുപോലെ ഇയർ 1836 ഈ ആഞ്ഞലി മൂട്ടിലെ അവിടെ മാരാവണ്ണുള്ള അച്ഛന്മാർ അതിന് ശേഷമുള്ളവരാ അവര്. കാരണം ഞാൻ ഈ മാരാവണ്ണുമായിട്ട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പവും ബന്ധവും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അതുപോലെ പിന്നെ ഈ കാഹളം എന്ന് പറയുന്നത് ശരിക്കും പറയുമ്പോൾ നമ്മൾ അത് അപഗ്രഥിച്ച് പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ നിലപാടെന്താണ്. ഈ വേദപുസ്തകത്തിനും സുറിയാനി കാനൂനുകൾക്കും നിരക്കാത്ത അപമര്യാദകൾ എന്നാ പറയുക. അപ്പൊ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ട് കാണും സുറിയാനി കാനൂനുകളാണ്. അപ്പൊ അതിനൊരു സംശയവും ഇല്ല കാര്യത്തില് വേദപുസ്തകവുമാണ്. പക്ഷെ വേദപുസ്തക വിരുദ്ധമായതിനെയും സുറിയാനി കാനൂന് വിരുദ്ധമായതിനെ അദ്ദേഹം നിഷേധിക്കുന്നു പറയുന്നു. അപ്പൊ നമ്മുടെ ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ്. ഞാനത് തന്നെ ആദ്യം പോലെ പറയുന്നത് ഈ സുറിയാനി എന്ന് പറയുന്നത്. പക്ഷെ സുറിയാനിയുടെ ആധിക്യം രണ്ടിനും വ്യത്യാസമുണ്ട്. കാരണം വെറും ആചാരത്തിന് വേണ്ടി സുറിയാനി കൊണ്ടുവന്നതല്ല. അതേ വിധത്തിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങൾ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ വേറൊരു ആളെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് ആ പേര് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ കുറെ കൂടെ വിശദീകരണം ആവശ്യമുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ അതിനോട് സാറിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. അപ്പൊ ഈ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് സുറിയാനി ചൊല്ലുന്ന ഒരു സമൂഹ നടത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത്. മറിച്ച് ഞങ്ങളുടെ പൂർവികന്മാരുടെ പാരമ്പര്യം അതായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുക. ഞാൻ എൻ്റെ ചെറിയ പ്രഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഈ സഭയുടെ പൈതൃകത്തെ ഈ നവീകരണ പൈതൃകവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞ ഒരു സമന്വയം, ആ സമന്വയത്തിലാണ് നവീകരണത്തിന്റെയും മൽപ്പാനത്തിന്റെയും പ്രസക്തി എന്നുള്ളതാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. വേറെ തരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നെ നമ്മള് ഈ സുറിയാനി ശാക്തീകരിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ചില അപകടങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ചർച്ചയിലാ സൂചിപ്പിച്ചത് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല അത്. ഏതായാലും അബ്രഹാം മൽപ്പാനത്തിനെ സംബന്ധിച്ച് വളരെ വിപ്ലവാത്മകമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുവരെ അന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ആരോ രാവിലെ കയറി വീണ്ടും പഠിച്ചത് താഴെ വീണു. അപ്പോഴേ അന്ന് പറഞ്ഞു ആ കത്തനാര് മലയാളത്തിൽ ചുരുക്കാനുണ്ടായി സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ അച്ഛനെ കുറിച്ച് ഒരു അപവാദം അവർ പറയുന്നതാണെന്ന് അറിയാമോ? പിന്നെ അച്ഛൻ പറഞ്ഞത് മലയാളത്തിൽ വേണം ആരാധന അനുഷ്ഠിക്കാന്ന് പറയുമ്പോൾ ചോദിച്ചു, എന്തിനാ വിഷം ഇറങ്ങിയാൽ പോരെ, മന്ത്രം ചൊല്ലുന്ന നിനക്ക് അറിയണമെന്ന് ചോദിച്ചു. അച്ഛനോടല്ല, ഇങ്ങനെ ആ കാലത്തെ ഈ ഏറിയ സുറിയാനി ഭക്തന്മാർ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ എഴുതിയിട്ടുമുണ്ട്, സഭാചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. മന്ത്രം പറഞ്ഞാൽ പോരെ, അല്ല വിഷം ഇറങ്ങിയാൽ പോരെ, മന്ത്രം എന്തിനാ നിനക്ക് അറിയേണ്ടത്? അച്ഛന്റെ ചിന്ത അങ്ങനല്ല, വിഷം ഇറങ്ങുകയും വേണം, മന്ത്രം അറിയുകയും വേണം. അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഭാഷാപരമായ സ്വത്വം ഞങ്ങളുടെ ഇതാണ് തെളിയിച്ചത്. അതുകൊണ്ട് അദ്ദേഹം മറ്റ് സഭകളോടൊന്നും എതിർപ്പുണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കരുത്. അതാ പറയുന്നത്, ഇതിന്റെയൊക്കെ കാലികമായ ഒരു പ്രസക്തി പഠിക്കുക, അന്വേഷിക്കുക എന്നുള്ളതാണ്. അതൊന്നും നമ്മളെ വിഘടിപ്പിക്കുന്നതാകരുത്, മറിച്ച് നമ്മളെ യോജിപ്പിക്കുന്നതാകണം എന്നാണ് എൻ്റെ വളരെ വിനീതമായ ഒരു അഭിപ്രായവും നിഗമനവും തന്നെയാണ്. തീർച്ചയായും കുര്യൻ വി മാത്യു സംസാരിക്കുന്നതായിരിക്കും. എന്തോ അച്ഛാ, എൻ്റെ പേര് കുര്യൻ വി മാത്യൂസ്. ഞാനൊരു
ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികളെ മലയാള മനോരമയായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു 2 മിനിറ്റ് എടുക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത്, മനോരമ ഒരു ശതാബ്ദി പതിപ്പ് ഇറക്കിയപ്പം അതിൽ നവോത്ഥാന നായകരായിട്ട് ഉള്ള വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകളിൽ എബ്രഹാം മൽപ്പാനെ തമസ്കരിച്ചു കളഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരുന്നു. മനോരമ ഇറക്കിയ ശതാബ്ദി പതിപ്പ് എന്ന് പറഞ്ഞത് 1988 ഇറക്കിയതാണ്. 1888 മുതൽ 1988 വരെയുള്ള 100 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുകയും കേരളീയ ജീവിതത്തിന്റെ വിഭിന്ന മേഖലകളിൽ സ്മരണീയമായ സംഭാവനകൾ സമർപ്പിക്കുകയും ചെയ്ത 100 വിശിഷ്ട വ്യക്തികളെന്നുള്ളൂ. അപ്പോൾ അത് പല കാറ്റഗറിയിലുള്ള ആളുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതൊരു 800ഓളം പേര് ഉള്ള പേരുകൾ വന്നതിൽ നിന്ന് 100 പേരെ എടുത്തത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ, AP ഉദയഭാനു, NV കൃഷ്ണവാര്യർ, ഇവര് തെരഞ്ഞെടുത്ത അത് വിവിധ മേഖലകളിൽ നിന്ന്, അല്ലാതെ ഒരു നവോത്ഥാന നായകരുടെ ഒരു ലിസ്റ്റിൽ നിന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ എബ്രഹാം മൽപ്പാനെ അതിനകത്ത് ഉൾപ്പെടുത്തിയനേമായിരുന്നു. അതിൽ അവര് വന്നപ്പം ക്രൈസ്തവ സഭകളുമായിട്ട് വന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് പരിമല തിരുമേനിയും മറ്റൊന്ന് ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനി. പാറേക്കാട്ടിൽ തിരുമേനി കർഡിനാൾ ആയിരുന്നു. അത് 1969 കർഡിനാൾ. അപ്പോൾ 2 പേരെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ വിവിധ മേഖലകളിൽ നിന്ന് വന്നതാണ്. പിന്നെ മാർത്തോമാ സഭയെ മലയാള മനോരമ അവഗണിക്കുന്നു എന്ന രീതിയിൽ 2 രീതി പറഞ്ഞ ഓർത്തഡോക്സുകാരവിടെ മലയാള മനോരമയിലെ ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു തമസ്കരണമില്ല. അവിടെ മാർത്തോമക്കാർ ധാരാളം പേരുണ്ട്, യാക്കോബക്കാരുണ്ട്, ഹിന്ദുക്കളാണ് ഇപ്പം കൂടുതൽ ആളുകളുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പരിഗണനാ വ്യത്യാസമൊന്നുമില്ല. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നമ്മുടെ മാർത്തോമ സെമിനാരിയുടെ ശതാബ്ദിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പത്രവും ഇത്രയധികം, കാരണം മാർത്തോമക്കാരുടെ ഒരു പത്രം എന്നുള്ള നിലയ്ക്കാണ് അത് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാരാമൺ കൺവെൻഷൻ തന്നെ ഈ ലോകപ്രശസ്തി ആർജിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് മലയാള മനോരമയാണ്. കാരണം ഇതിന്റെ ആകെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഏറ്റവും മനോഹരമായിട്ടുള്ള കവറേജ് കൊടുക്കുന്നത് മനോരമയാണ്. അപ്പൊ അറിയാതെ ആളുകൾ ആണെങ്കിലും ഈ ചർച്ചയിൽ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ 40 വർഷത്തോളം മനോരമയെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു എന്നുള്ളൂ. താങ്ക് യു. മലയാള മനോരമയുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ മാർത്തോമാ സഭയോട് കാട്ടിയിട്ടുള്ള ആദരവുള്ള ആർക്കും വിസ്മരിക്കാനൊക്കെ ഒന്നും ഞാനും കരുതുന്നില്ല. കാരണം ഈ ആ ശതാബ്ദി പതിപ്പ് സാറ് പറഞ്ഞ എൻ്റെ കൈവശം ഉണ്ട്. അപ്പൊ അതിനകത്ത് കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, ഈ ചരിത്ര സത്യനെ പോലുള്ള ചരിത്ര താരങ്ങളെയൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അത്രയും പേരെന്നുള്ള നിലയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പുസ്തകമാണ്. അന്ന് ഈ വലിയ വലിപ്പത്തിലുള്ള ഒരു പുസ്തകം എൻ്റെ വയസ്സ് അതുണ്ട്. ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞേ മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഇപ്പൊ മാത്യൂസ് മാർ അത്താനാസിയോസിന്റെ പഞ്ചകല്യാണി എന്ന് പറയുന്ന അതെല്ലാം പ്രസിദ്ധീകരിച്ചത് മനോരമയില ഒരു കാലഘട്ടത്തിൽ. അത് വിസ്മരിച്ചുകൊണ്ടല്ല സാറ് പറഞ്ഞത്, ഒരു പക്ഷെ അതുകൊണ്ട് ആയിരിക്കാം മലബാർ ചരിത്രം എത്തിക്കാതെ പോയത് എന്നുള്ള ഉദ്ദേശിച്ചായിരിക്കും. ഏതായിരുന്നാലും 1888 തുടങ്ങിയൊരു പത്രത്തിൽ അതിന് മുൻപുള്ള കാര്യത്തിൽ അവർക്ക് എത്രത്തോളം അവരുടെ ആ കാലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാരാമൺ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ ഇവര് നൽകിയ സപ്ലിമെന്റ് ആണ് ഒരു കാലഘട്ടത്തിൽ ഈ മാരാമൺ കൺവെൻഷൻ ഇത്രയും പ്രാധാന്യം കിട്ടും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അതിന്റെ സപ്ലിമെന്റ് ഒരു കാലത്ത് ഒരു ലേഖനം എഴുതാൻ എന്നെയും അനുവദിച്ച് ഞാൻ ഈ സമയത്ത് വിനയത്തോടെ ഓർമ്മിക്കുന്നു. അപ്പൊ അത് അന്നൊരു ഫുൾ പേജാണ് ഈ തരുന്നത്. വേണ്ട ചിത്രങ്ങളും എല്ലാമായിട്ട് അവരെ എല്ലാ ദിവസവും പ്രസംഗങ്ങൾ കവർ ചെയ്യും. മറ്റൊരു പത്രവും അങ്ങനെ അത് കവർ ചെയ്യുന്നതായിട്ട് ഞാൻ എന്റെ ദൃഷ്ടിപ്പെട്ടിട്ടില്ല. ഇപ്പൊ പിന്നെ ഈ TV ഒക്കെ ഉള്ളത് കൊണ്ടും തത്സമയ സംപ്രേഷണം ഉള്ളത് കൊണ്ടൊക്കെയാണ് ആളുകൾക്ക് കുറെ കൂടി ഇപ്പോ അത്തരം വിവരങ്ങൾ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. മനോരമ ഒരിക്കലും മാർത്തോമ സഭ തള്ളിപ്പറയുകയോ സഭയെ മാർത്തോമ സഭയെ തള്ളിപ്പറയുകയോ ചെയ്യുകയില്ല എന്നാണ് എന്റെയും. അതിനകത്ത് വേറൊരു കാര്യം ഉള്ളതേ, ഈ മാർത്തോമാ സഭ പിന്നെ മനോരമ മാർത്തോമാ സഭയെ സഹായിച്ചതുപോലെ മനോരമയുടെ ഇത്രയും വളർച്ചയ്ക്കും പ്രസിദ്ധീകരണത്തിനും സഹായിക്കുന്ന മാർത്തോമാക്കാരാ. അവർക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു ന്യൂസ് വാല്യൂ ഉണ്ട്. മാരാമൺ കൺവെൻഷൻ പറയാതിരുന്നു കഴിഞ്ഞാൽ അവർ അപ്രസക്തരായി പോകും. ഈ KC മാമ്മൻ അവരുടെ ആത്മകഥ വായിച്ചാൽ നമുക്കത് ബോധ്യമാകും. അദ്ദേഹത്തെ കാണാന് പിന്നെ ജയിലിൽ ചെന്ന ഒരേ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് എബ്രഹാം മാർത്തോമയാണ്. അത് അദ്ദേഹം വളരെ
നന്നായി ഭംഗിയായിട്ട് അത് നറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. KC മാമൻ മാമയുടെ ജീവചരിത്രത്തിൽ ആത്മകഥ എഴുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സഭയുമായിട്ട് ഒരു പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ ഉണ്ടായിരുന്ന ഒരു സഭ എന്ന നിലയിൽ വളരെ അടുത്ത ബന്ധം മനോരമയായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ സാറ് വേറൊരു ആംഗിളിൽ ഇത് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതിലെ ഈ ഒരു ഈ വിഷയം ആദ്യം ഉന്നയിച്ച വ്യക്തി ഞാനാണ്. ഞാൻ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം എന്താന്ന് ചോദിച്ചാല് ഈ പല സമയങ്ങളിലും ഒരു മാർത്തോമാ സഭയുടെ പല സ്വത്വത്തെയും മനോരമ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. തിയോഡേഷ്യസ് മാർത്തോമാ മെത്രോപോലിത്തായെ വാഴിച്ചപ്പോൾ മലയാള മനോരമ മാർത്തോമാ സഭയുടെ 9ാമത്തെ മെത്രാപ്പോലീത്ത എന്ന് പറഞ്ഞ് എഴുതി. അത് വലിയ വിവാദമുണ്ടായി. ആ വിവാദത്തിൽ ഞാനും പങ്കെടുത്ത ഒരാളാണ്. അന്ന് മനോരമയ്ക്ക്, അതായത് നമ്മള് മാർത്തോമാ സഭയുടെ 22ാം മെത്രാപ്പോലീത്ത എന്ന് വിശ്വസിക്കുന്ന ഒരാളെ 1889 ശേഷമുള്ള ഒരു സഭ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തിൽ ലേഖനം എഴുതുകയും വളരെയധികം വിവാദം വന്നിട്ട് അത് തിരുത്താൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ഇതുപോലെ ഈ സഭാ സ്പ്ലിറ്റുകളുമായിട്ട് വരുന്ന സമയത്ത് മനോരമയുടെ നിലപാട് ഈ മാരാമൺ കൺവെൻഷനെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് പുകഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു കച്ചവട മനോഭാവത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. ഈ ഒരു വിഷയത്തിൽ, ഒരു തിയോഡേഷ്യസിന്റെ വിഷയത്തിൽ മനോരമ കാണിച്ച തെറ്റായി പോയി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. തിരുത്തു പിറ്റേന്ന് തന്നെ തിരുത്തു വന്നിരുന്നു. കാരണം അത് ഇത് അറിവില്ലാത്ത ഒരു ഈ ചരിത്രം അറിയാത്ത ഒരാൾ എഴുതിയതാണ്. ഞങ്ങൾ തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തിരുത്തു കൊടുത്തിരുന്നു. ചരിത്രകാരനാ ജോൺ തോട്ടത്തില്. സാർ അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് ചരിത്രം അറിയാതെ. അല്ലല്ല, ഞാൻ ബിൽസിനോട് തർക്കത്തിനൊന്നുമില്ല. അത് തിരുത്തു കൊടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോ പോവാം. അതിലൊരു കാര്യമൊന്നുമില്ല. തിരുത്തു കൊടുത്തിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഒരു പത്രം അല്ലല്ല, അത് തിരുത്തു കൊടുത്തു, ഭംഗിയായിട്ട് കൊടുത്തു. ഞാൻ അത്രയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളതും അതിന് മുമ്പുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാർത്തോമ കോട്ടയം സെമിനാരിയിലെ അച്ഛന്മാരോടും ചോദിച്ചു നോക്ക്. മാർത്തോമ സഭയ്ക്ക് നല്ല കവറേജ് കിട്ടുന്നുണ്ടോ, കൊടുക്കേണ്ട ഏതെങ്കിലും സാധനം മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാർത്തോമ സെമിനാരിയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്ക്. സാറേ സമ്മതിച്ചു. സാറ് മനോരമ ജോലി ചെയ്യുന്ന വ്യക്തി. സാർ ഏതെങ്കിലും ഒരു വാർത്തയുടെ അറ്റം പിടിച്ച് നോക്കരുത്. 365 ദിവസവും വാർത്ത വരുന്ന ഒരു പത്രത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഈ തോട്ടി ഉണ്ടെന്നുള്ളത് ഇതൊന്നും മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല. എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാം. നമ്മൾ ഒരിക്കൽ ഒരു പുസ്തകം എഴുതുന്ന പോലെയല്ല, എന്നും രാത്രിയിൽ ഇറക്കുന്ന ഒരു സാധനമാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ തെറ്റുകൾ വരാം. അത് തിരുത്തു കൊടുക്കും. വന്നു കഴിഞ്ഞാൽ തിരുത്താൻ നമ്മൾ തയ്യാറാവും. സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ തുമ്പോൺ ബദലാണ് എന്റെ ഇടവക. അപ്പൊ തുമ്പോണെ സംബന്ധിച്ച് മത്തായി കത്തനാറിന്റെ ഒക്കെ ഞങ്ങളുടെ ഇടവാംഗമാണ് മത്തായി കത്തനാര്. അപ്പം അദ്ദേഹം ഈ ഉണർവ് പ്രസ്ഥാനവുമായിട്ട് ഇത്രയും അടുത്ത് ഇങ്ങനെ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് എതിര് നിന്ന ഒരാളാണ് ഈ മത്തായി കത്തനാരെന്ന് പറയുന്നത്. അപ്പോ അത് എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ഭയങ്കരമായ ഉണർവ് പ്രസ്ഥാനം വരുന്നുണ്ട് മുമ്പ് സൂചിപ്പിച്ചതിന്റെ കൂട്ട് തന്നെ മർത്തമക്കാരന്റെ സ്വത്വബോധത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. രണ്ടാമത്തെ അങ്ങനെ ഒരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് മൽപ്പാനച്ചൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു നവീകരണമുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്ത് പൂർത്തീകരിച്ച ഒരു നവീകരണമുണ്ട്. പിന്നെ പിൽക്കാലത്ത് നോക്കുന്ന ഉടനെ തുടർ നവീകരണം എന്ന് പറഞ്ഞ് പലതരത്തില് മർത്തമക്കാരന്റെ സ്വത്വബോധത്തെ കാലികമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പൊതുവേദികളിലും നമുക്ക് സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട് മർത്തോമക്കാരന്റെ സ്വത്വബോധത്തെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് സാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ അവരവർക്ക് അവരവരുടേതായ ശൈലിയും വിശ്വാസവും ഉപയോഗിക്കുന്നതിന് നമുക്കിതിന് പറയാനായിട്ട് ഒക്കുകയില്ല. പിന്നെ ഈ പറഞ്ഞ ഞാനതുകൊണ്ട് ഇത് സംവാദമാണ്. ഒരിക്കലും ഇത് ഒരു വാദഗതി കൊണ്ടുവന്ന് നമ്മളതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പാസ്സാക്കുകയോ ചെയ്യുന്ന പരിപാടി നമുക്ക് അല്ല. അപ്പൊ അതുകൊണ്ട് സത്യത്തെക്കുറിച്ചൊരു സത്യാന്വേഷണങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത് പറയാൻ. അത്തരത്തിൽ ഞാൻ ഇതിനെ കാണുന്നത്. മത്തായി കത്തനാര് ഇബ്രാഹിം മൽപ്പാന്റെ കാലത്ത് ജീവിച്ച ആളല്ല. അച്ഛാ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ഈ നവീകരണം എന്ന് പറഞ്ഞ മൽപ്പാനച്ചൻ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സാധനമല്ലേ? ഇതാണ് നവീകരണം, ഇതാണ് മർത്തോമ സഭ എന്നും പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സാധനമാണ്. അല്ല,
അത് കാരണമുണ്ട്. അത് ഏതൊരു പ്രസ്ഥാനവും കാലോചിതമായി അത് വ്യാഖ്യാനിക്കപ്പെടണം, കാലോചിതമായി അത് പരിഷ്കരിക്കപ്പെടണം. അപ്പൊ അത് വേറൊരു വിഷയം, അത് വേറൊരു വിഷയം തന്നെയാ അത്. കാരണം ഈ പുതിയ വ്യാഖ്യാനം ആവശ്യമില്ല. ഏതായാലും ഈ ഈ പണ്ടൊന്ന് നടന്ന് അതുപോലെ അങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. ആ കാര്യത്തിനനുസരിച്ച് നമ്മള് ചില വ്യാഖ്യാനങ്ങളും അതാ പൊതുഭാഷ്യം വേണമെന്ന് പറയും. ഇപ്പൊ ബൈബിള് തന്നെ പണ്ട് മനസ്സിലാക്കുന്നവരെ അല്ല നമ്മളിത് മനസ്സിലാക്കുന്നത്. പുതിയ പുതിയ അർത്ഥ പഠനങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് വ്യാഖ്യാനം. പക്ഷെ ഈ ആദിമ സ്രോതസ് വിസ്മരിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യബുദ്ധിയെ വിസ്മരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നവീകരണം ഒരു തുടർ പ്രക്രിയയാണല്ലോ, അത് കൊണ്ട് അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും മൽപ്പാനെ കൊണ്ട് അവസാനിക്കുന്നതല്ല. മൽപ്പാൻ തുടങ്ങി വെച്ച ആ നവീകരണ പ്രക്രിയ കാലോചിതമായി തുടരേണ്ടതാണ്. ഇന്ന് തുടരേണ്ട കാര്യമാണ്. ഇന്ന് എവിടെല്ലാം നവീകരണം ആവശ്യമുണ്ടോ അവിടെ എല്ലാം നവീകരണം ആവശ്യമാണ്. അതുകൊണ്ട് സ്വത്വമൊന്നും നഷ്ടപ്പെടത്തില്ല. അതുപോലെ മൽപ്പാൻ അച്ഛൻ അല്ലേല് അബ്രഹാം മൽപ്പാൻ മർത്തോമാ സഭ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നൊക്കെ പറയുന്ന അറിയില്ലായ്മ ഉണ്ട്. അബ്രഹാം മൽപ്പാനെ മരണപ്പെടുന്ന സമയത്ത് മർത്തോമാ സഭയില്ല, മലങ്കര സഭ തന്നെ ഉള്ളായിരുന്നു. അതിനുശേഷം 1889 ജൂലൈ 12 ട്രാവൻ റോയൽ കോർട്ടിന്റെ വിധി വന്നതിന് ശേഷമാണ് മലങ്കര സഭ സ്പ്ലിറ്റ് ആകുന്നത്. അതിനുശേഷമാണ് ഈ തോമസ് മാർ അത്തനേഷ്യസിന്റെ വിഭാഗത്തിനെ മർത്തോമാ സഭ എന്ന് പറയുന്നതും. അതുപോലെ അബ്രഹാം മൽപ്പാന് അന്ത്യോക്യ പാത്രികീസിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. അതേ ആളിന്റെ മകനായ തോമസ് മാർ അത്തനേഷ്യസ് വരുമ്പോൾ അദ്ദേഹം ട്രാവൻകൂർ കോർട്ടിൽ കൊടുത്ത അഫിഡവിറ്റില് അന്ത്യോക്യ പാത്രിയാർക്കീസുമായിട്ട് ഈ സഭയ്ക്ക് ആത്മീകമായിട്ടോ ലൗകികമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലെന്ന് എഴുതി കൊടുത്താണ്. അതുകൊണ്ട് 1836 തൊട്ട് ഉള്ള ഒരു നവീകരണ പ്രോസസ്സ് ഇന്നും തുടരുകയാണ്. അതിനെ അറിയാൻ മേലാതെ മൽപ്പാൻ മർത്തോമാ സഭ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നൊക്കെ പഠിച്ചു വെച്ച അത് അബദ്ധങ്ങളാണ്. അച്ഛാ, നമ്മുടെ കൈ പൊക്കിയവരൊക്കെ അച്ഛന് വല്ലതും പറയാനുണ്ടോ? പറഞ്ഞോ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സംവാദങ്ങൾ നടക്കട്ടെ, അങ്ങനെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളിലേക്കും പുതിയ വെളിച്ചം കിട്ടാനിടയാകട്ടെ എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മളെ ഇനി വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവുകയാണ്. നമ്മളെ ഇന്നത്തെ മീറ്റിംഗിന്റെ പര്യവസാനത്തില് VI ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ VI ജേക്കബ് സാർ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. ഏബ്രഹാം മൽപ്പാൻ തമസ്കരിക്കപ്പെട്ട കേരള നവോത്ഥാന നായകൻ എന്നതായിരുന്നല്ലോ ഇന്നത്തെ വിഷയം. മാത്യു ഡാനിയൽ അച്ഛന് എബ്രഹാം മൽപ്പാൻ അച്ഛനെ കുറിച്ച് അദ്ദേഹം എന്തായിരുന്നുവെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനെ എങ്ങനെയാണ് ആളുകളെ വിലയിരുത്തുന്നത് എന്ന കാഴ്ചപ്പാടിനെ പറ്റിയും വളരെ വിശദമായിട്ടും എന്നാൽ വളരെ ഹ്രസ്വമായിട്ടും ഒരു മനോഹരമായ പ്രഭാഷണം നടത്തി. 19-ാം നൂറ്റാണ്ടിലെ മലങ്കര സഭയിൽ നിലനിന്ന അന്നുണ്ടായിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് പറയാവുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും അടിമത്വവും എല്ലാം കുടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തില് സഭയിലും സമൂഹത്തിലും ഒരു നവീകരണം കൊണ്ടുവന്ന് ഒരു പ്രഭാത വെളിച്ചമായി പ്രശോഭിപ്പിച്ച ഏബ്രഹാം മൽപ്പാൻ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രമുഖനായ ഒരാളായിരുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഇന്ന് മാത്യു ഡാനിയൽ അച്ഛന് വളരെ വിശദമായിട്ട് ഈ പ്രഭാഷണത്തിലൂടെ വിശദീകരിച്ചു. ഈ പ്രഭാഷണം ഇവിടെ നടത്തി കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ കാരണം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏബ്രഹാം മൽപ്പാൻ അച്ഛൻ ഏറ്റെടുത്തത്. അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തമസ്കരിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. വളരെ മനോഹരമായിട്ട് ഈ പ്രഭാഷണം നടത്തിയ മാത്യു ഡാനിയൽ അച്ഛന് ഈ സമയത്ത് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലും ഉള്ള കൃതജ്ഞതയും നന്ദിയും ഞാനിവിടെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കിവിടെ ആമുഖ പ്രഭാഷണം നടത്തുകയും മോഡറേറ്റർ ആയിരിക്കുകയൊക്കെ ചെയ്തത് എബ്രഹാം കുരുവിള അച്ഛനായിരുന്നല്ലോ. അച്ഛന് ഈ വേദിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ.
എന്നാൽ നമുക്ക് പ്രാരംഭ പ്രാർത്ഥന നടത്തുകയും പ്രാരംഭ ഗീതം ആലപിക്കുകയൊക്കെ ചെയ്ത സുനിത സന്തോഷിനോടുള്ള സ്നേഹം, കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇന്ന് അനൗൺസ്മെന്റ് നടത്തുകയും ഈ വെബിനാറുകൾക്ക് പിന്നിലെ പ്രധാനമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വിൽസൺ കരിമ്പന്നിനോടുള്ള, ഇതിൻ്റെ പ്രധാന അഡ്മിന്മാരിൽ ഒരാളായ വിൽസൺ കരിമ്പന്നിനോടുള്ള നന്ദിയും സ്നേഹവും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ജോസ് മാത്യു, നെരൂൾ ഇടവകയിൽ നിന്നുള്ള ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനോടുള്ള സ്നേഹം, നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഈ ചർച്ചകളിലെ തുടർ ചർച്ചകളിലെ പങ്കെടുക്കുകയും ഇതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്ത എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുന്നു. അതോടൊപ്പം ഇതിന് ആവശ്യമാകുന്ന ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നൽകിയ എല്ലാവരോടും, എല്ലാ അഡ്മിന്മാരോടുമുള്ള സ്നേഹം, നന്ദി, കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ഇത് നിർത്തുന്നു. താങ്ക് യു സാറ്, ബി എ ജേക്കബ് സാർ, താങ്ക് യു. ഇപ്പോൾ ഡി സുനിൽ അച്ഛന് പ്രാർത്ഥിക്കുകയും രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, സഭയുടെ വളർച്ചയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ സഭയിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെയും തെറ്റായ പ്രവണതകളെയും ദൂരീകരിക്കുന്നതിന് നവീകരണ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ ഞങ്ങളുടെ പിതാമഹന്മാരെയും ഓർത്ത് ഞങ്ങളതിലേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ വേദപുസ്തക വീക്ഷണവും ദൈവത്തിൽ അചഞ്ചലമായുള്ള വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇന്ന് അടിയങ്ങൾക്ക് ഈ സത്യവെളിച്ചം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. കർത്താവെ, നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ എബ്രഹാം മൽപ്പാനെയും അദ്ദേഹത്തോടൊപ്പം ഓരോ ഇടങ്ങളിൽ, പ്രാദേശിക ഇടങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പലരും കർത്താവെ വേണ്ട വിധം അറിയപ്പെടാതെ കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയവരാണല്ലോ. എങ്കിലും അവർ ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചം അത് മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളിലും സഭയായി നിലകൊള്ളുവാനും സമൂഹത്തിൽ ഇടപെടുവാനും ഒക്കെ പിൻതലമുറക്കാരായ അടിയങ്ങളെയൊക്കെ വിവിധ ഇടങ്ങളിൽ സഹായിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ വലിയ ബോധ്യം ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുന്നതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായി ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. അച്ഛനിലൂടെ ലഭിച്ച നല്ല ദർശനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അച്ഛൻ പങ്കുവെച്ച ഈ ദർശനങ്ങൾ അത് കുറച്ചും കൂടെ ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിനും പലയിടങ്ങളിലും വേണ്ട രീതിയിൽ അറിയപ്പെടാതെ പോയ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി വിശാലമായി മനസ്സിലാക്കുന്നതിനുമുള്ള കൃപ, അതിനുള്ള ചരിത്രബോധവും കർത്താവെ ആ ഒരു വലിയ ചിന്തയൊക്കെ ഞങ്ങൾക്ക് തുടർന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേർന്നു നൽകുന്ന എല്ലാവരെയും വാഴ്ത്തണം. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ നവദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ഉത്തമരായി, അനുഗ്രഹീതരായി ദൈവകൃപയോടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.